നമസ്കാരം, ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ 2 പാർട്ടുകൾ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ടെൻസും അതേപോലെ തന്നെ ഇഫ് ക്ലോസും. തേർഡ് പാർട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ടോപ്പിക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നാം, ചെയ്തു വരുമ്പോൾ ഒരുപാട് ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഏരിയാസ് ഇവിടെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റ ഹെഡ് പോലും ഇതുവരെ PSC ഏതൊക്കെ റൂളിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ടോ ആ ക്വസ്റ്റ്യനുകളെല്ലാം ഉൾപ്പെടുത്തി ഒരു 65 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാ റൂളിൽ നിന്നും ഓരോ 1, 2 ഒക്കെ ക്വസ്റ്റ്യൻ വീതം നിങ്ങൾ ചെയ്ത് ഫ്ലുവൻ്റ് ആകും നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ സെറ്റ് ആകും ഈ ഒരു ടോപ്പിക്കിൽ. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ചെയ്തു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹി വാസ് എ ഫാർമർ. ഓപ്ഷൻ എ വാസ് ഹി, ഓപ്ഷൻ ബി വാസന്റ് ഹി, ഓപ്ഷൻ സി ഡു ഹി, ഓപ്ഷൻ ഡി ഡോൺ ഹി. ഇവിടെ ആൻസർ എന്താണ്? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ടാഗ്, എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ഒന്ന് പറഞ്ഞു തരാം. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം തീർച്ച വരുത്തുവാനായി ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുക. എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം തീർച്ച വരുത്തുവാനായി ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുന്നത് എല്ലായ്പ്പോഴും എന്തിലായിരിക്കും? ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുന്നത് ഒരു ഓക്സിലറി വെർബിലായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുന്നത് ഒരു ഓക്സിലറി വെർബിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓക്സിലറി വെർബുകൾ? ഇവയൊക്കെയാണ്. ഈസ്, ഇങ്ങനെയുള്ള ഒരു ഓക്സിലറി വെർബിലാണ് ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുക. ഈസ്, ആം, ആർ, was, where, has, have, had, does, do, did, will, would, shall, should, can, could, may, might, must, ought to, need, dare, used to. ഇത്രയുമാണ് ഓക്സിലറി വെർബുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബിലാണ് ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു സെന്റൻസ് വരുമ്പോൾ അതിനകത്ത് ഡയറക്റ്റ് ആയിട്ടൊരു ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബിലാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുന്നത്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ച് ടാഗ് എഴുതും. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പുറവേ പഠിക്കും. പിന്നെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് അടുത്ത് നോക്കുന്നത്. നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയും? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഈ സെന്റൻസിൽ എന്ത് കാണും? ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടാകും. അപ്പൊ എന്തൊക്കെയാ നെഗറ്റീവ് വേർഡ്? നോ, നോട്ട്, നത്തിങ്, നെവർ, നിൽ, നോർ, നെയ്തർ, സ്കേഴ്സ്ലി, ബെയർലി, റയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, എക്സെട്ര. ഇവയൊക്കെ നെഗറ്റീവ് വേർഡുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് നമ്മുടെ സെന്റൻസിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടെങ്കിൽ ഈ സെന്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആകണം. ഇനി സെന്റൻസിൽ നെഗറ്റീവ് വേർഡ് ഒന്നുമില്ലെങ്കിൽ സെന്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാഗ് നെഗറ്റീവും ആകണം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനകത്തോട്ട് പോകാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കേണ്ടത് ഒരു ഓക്സിലറി വെർബിലാണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. വാസ് ആണ്, വാസ് എഴുതി. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നോക്കുന്നത്. ഈ സെന്റൻസിൽ
നെഗറ്റീവ് വേർഡുകൾ ഒന്നും തന്നെ തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം. നോട്ട് എന്നുള്ളത് ഷോർട്ട് ഫോം ഇൻഡെന്ന് ചേർക്കുക. അപ്പൊ വാസിന്റെ പ്രോനോൺ എന്തെഴുതി? അണ്ട് ഈ ഹി തന്നെ എഴുതിയാൽ മതി. വാസിന്റെ ഹി എന്ന് എഴുതി. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യന്റെ ടാഗ്. ഓക്കെ, ഹി വാസ് എ ഫാർമർ. വാസിൻ ഹി? അടുത്തത്, ഹി ഈസ് നോട്ട് എ ഡോക്ടർ. ഓപ്ഷൻ എ ഈസ് ഹി, ഓപ്ഷൻ ബി ഈസിൻ ഹി, ഓപ്ഷൻ സി ആറിൻറ്റ് ഹി, ഓപ്ഷൻ ഡി ഡോൺ ഹി. ഇവിടെ ആൻസർ ഈസ് ഹി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാകുന്നു? ഈസ് ആകുന്നു. ഓക്കെ, ഈസ്. സെന്റൻസിൽ നോട്ട് ഉണ്ട്. അപ്പോൾ ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് എഴുതിയാൽ മതി. ഈസ് ഹി എന്ന് ടാഗ് എഴുതി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഐ ആം ക്ലവർ, comma dash question mark. Option A, aren't I? Option B, aren't I? Option C, shall I? Option D, do I? ഇവിടുത്തെ ടാഗ് ആറിൻ്റെ ഐ ആണ്. ആമിൻ്റെ ഐ എന്ന പ്രയോഗം തെറ്റാണ്. ആമിൻ്റെ നെഗറ്റീവ് രൂപമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആറിൻ്റെ ആണ്. ഇവിടെ ഓക്സിലറി വെർബ് ആമാണല്ലോ. സെന്റൻസ് പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആകണ്ടേ. അപ്പം നമ്മൾ ആമിൻ്റെ എഴുതി, പ്രോനോൺ ഐ എഴുതി. ഈ പ്രയോഗം തെറ്റാണ്. ആമിൻ്റെ ഐ എന്ന പ്രയോഗം തെറ്റാണ്. ആമിൻ്റെ നെഗറ്റീവ് രൂപമായിട്ട് നമ്മൾ എന്താ എഴുതുക? ആറിൻ്റെ ആണ് എഴുതുക. അതുകൊണ്ട് ഇവിടെ ആൻസർ എന്താ? ആറിൻ്റെ ഐ ആണ്. ആറിൻ്റെ ഐ ആണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐ ആം നോട്ട് പ്രിപ്പയർഡ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ, comma dash question mark. ഓപ്ഷൻ എ, ആറിൻറ്റ് ഐ. ഓപ്ഷൻ ബി, ആം ഐ. ഓപ്ഷൻ സി, ആർ ഐ. ഓപ്ഷൻ ഡി, ഹാവ് ഐ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആം ഐ ആണ്. ഇവിടെ ആർ ഐ എഴുതരുത്, ആം ഐ എഴുതാവും. എന്തുകൊണ്ടാ? ഇവിടെ ആമെന്ന ഓക്സിലറി വെർബിനോടൊപ്പം നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ഓക്സിലറി വെർബ് ആമാണ്. സെന്റൻസിൽ നോട്ട് ഉണ്ട്. സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ആമിൻ്റെ നെഗറ്റീവ് രൂപമാണ് ആറിൻ്റെ നമ്മൾ എഴുതാറുള്ളത്. ഇവിടെ ആമിനോടൊപ്പം നോട്ടുണ്ട്. സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ആണ് എഴുതുക. ആമിൻ്റെ പോസിറ്റീവ് ടാഗ് ഏതാ? ആം ഐ ആണ് കേട്ടോ. അതുകൊണ്ട് ആം ഐ എന്ന് ടാഗ് എഴുതി. ഐ ആം നോട്ട് പ്രിപ്പയർഡ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ. Am I? I will answer the phone, comma dash question mark. Option A, will I? Option B, willn't I? Option C, won't I? Option D, wouldn't I? ഇവിടുത്തെ ആൻസർ won't I ആണ്. എന്തുകൊണ്ട് നമ്മൾ won't I എന്ന ടാഗ് ഇവിടെ ഉപയോഗിച്ചു? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഏതാണ്? വില്ലാണ്. നമ്മൾ ആ വില്ല് എഴുതി. ഇനി നമ്മൾ നോക്കുന്നു ആ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നു. ഈ സെന്റൻസിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആകണം. നമ്മൾ വില്ലിനോടൊപ്പം നോട്ട് ചേർക്കണം. വിൽ പ്ലസ് നോട്ട് എന്താകുന്നു? ബോണ്ട് ആകുന്നു. വിൽ പ്ലസ് നോട്ട് ബോണ്ട് ആണ്. പഠിച്ചു വെക്കണേ. വിൽ പ്ലസ് നോട്ട് ബോണ്ട് ആണ്. വില്ലിൻ്റെ ഐ എന്ന പ്രയോഗമൊന്നും ഇല്ല. വിൽ പ്ലസ് നോട്ട് ബോണ്ട് ആണ്. ടാഗ് ബോണ്ട് ഐ. ഐ വിൽ ആൻസർ ദ ഫോൺ. ബോണ്ട് ഐ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഐ വോണ്ട് ഡു ഇറ്റ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ, വോണ്ട് ഹി. ഓപ്ഷൻ ബി, വുഡ് ഹി. ഓപ്ഷൻ സി, വുഡിൻറ്റ് ഹി. ഓപ്ഷൻ ഡി, വിൽ ഹി. ഇവിടുത്തെ ആൻസർ എന്തായിരിക്കാം? ഇവിടെ വിൽ ഹി ആണ്. ഇവിടെ ഓക്സിലറി വെർബ് വോണ്ട് എന്ന് കിടക്കുന്നു. നമുക്കറിയാം വിൽ പ്ലസ് നോട്ട് ആണല്ലോ വോണ്ട്. വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? വില്ലാണുള്ളത്. ഡയറക്റ്റ് ഓക്സിലറി വെർബ് വില്ലാണ്. വില്ലിൻ്റെ വിൽ നോട്ട് എന്നാണ്. സെന്റൻസ് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ടാഗ് എങ്ങനെ എഴുതാം? വിൽ ഹി എന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഹി വോണ്ട് ഡു ഇറ്റ് ടാഗ് വിൽ ഹി ആണ്. I shall go, comma dash question mark. Option A, shall I?
ഓപ്ഷൻ ബി shalln't I, ഓപ്ഷൻ സി shouldn't I, ഓപ്ഷൻ ഡി shan't I. ഇവിടെ ആൻസർ shan't I ആണ്. ഇവിടുത്തെ ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഷോൾ ആകുന്നു. സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമേ ഇല്ല. സോ സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. ഷാൾ പ്ലസ് നോട്ട് എന്താണ്? ഷാണ്ട് ആണ്. ഷാൾ പ്ലസ് നോട്ട് ഷാണ്ട് ആണ്. അപ്പൊ നമ്മൾ എന്തെഴുതി? ഷാണ്ട് ഐ എന്ന് ടാഗ് എഴുതി. ഓക്കെ, അപ്പൊ വിൽ പ്ലസ് നോട്ട് വോണ്ട്, ഷാൾ പ്ലസ് നോട്ട് ഷാണ്ട്. ആമിന്റെ നെഗറ്റീവ് രൂപം ആറിന്റെ പോസിറ്റീവ് രൂപമാണെങ്കിൽ ആമൈ എന്നൊക്കെ എഴുതാം. ഓരോന്ന് ഓർത്ത് വെക്കണേ, എല്ലാം എഴുതി തന്നെ പഠിക്കണേ. ഐ ക്യാൻ സ്വിം, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ കാണ്ട് ഐ, ഓപ്ഷൻ ബി കുഡ് ഐ, ഓപ്ഷൻ സി ക്യാൻ ഐ, ഓപ്ഷൻ ഡി കുഡിന്റ് ഐ. കാണ്ട് ഐ ആണ്. ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ടുണ്ട് ക്യാൻ. സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. ക്യാൻ പ്ലസ് നോട്ട് എന്താണ്? കാണ്ടാണ്. കാണ്ട് ഐ എന്ന് ടാഗ് എഴുതി. One must respect one's constitution. Option A must one, option B mustn't one, option C must it, option D mustn't it. ഇവിടുത്തെ ആൻസർ മസ്റ്റിൻ്റെ വൺ ആണ്. മസ്റ്റിൻ്റെ വൺ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ടൊരു ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബ്? മസ്റ്റ് ആണ്. പല കുട്ടികൾ ഈ മസ്റ്റ് കാണുമ്പോൾ ഒരു ഓക്സിലറി വെർബ് എന്നുള്ള രീതിയിൽ എടുത്ത് എഴുതാതിരിക്കുന്ന കാണാം. ഇവിടെ നമുക്ക് 4 ഓപ്ഷനിൽ മസ്റ്റ് ആണ്. വേറെ ഡൗട്ട് ഒന്നും വേണ്ട, മസ്റ്റിനെ തന്നെ എടുക്കാമല്ലോ. അല്ലാതെ ക്വസ്റ്റ്യൻ മാത്രം തന്നിട്ട് നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറഞ്ഞാലും മസ്റ്റ് കാണുമ്പോൾ പലരും അത് എടുക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മസ്റ്റ് ഒരു ഓക്സിലറി വെർബാണ് കേട്ടോ. മസ്റ്റ് ഓക്സിലറി വെർബാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? മസ്റ്റ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി. ഇവിടെ നെഗറ്റീവ് വേർഡ് ഒന്നും ഇല്ലല്ലോ. ഓരോ വേർഡും എടുത്ത് വ്യക്തമായിട്ട് നോക്കണം നെഗറ്റീവ് വേർഡ് വല്ലതും ഉണ്ടോ എന്ന്. ഇവിടെ നെഗറ്റീവ് വേർഡ് ഒന്നുമില്ല. ചില സെന്റൻസ് തുടക്കത്തിൽ തന്നെ നോ വൺ എന്നൊക്കെ കാണും. അപ്പോൾ അത് കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് വേർഡ് വരുമ്പോൾ അവിടെ നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാതെ പോകും, ശ്രദ്ധിക്കാതെ പോകും. ഓരോ വേർഡും എടുത്ത് നോക്കുക. ഇവിടെ എങ്ങും ഒരു നെഗറ്റീവ് വേർഡ് വന്നിട്ടില്ല. സോ നമുക്ക് മനസ്സിലാക്കാം സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. മസ്റ്റിനോടൊപ്പം നോട്ട് ചേർക്കുന്നു. മസ്റ്റിൻ്റെ വണ്ണിലും ദേറിലും സെന്റൻസ് ആരംഭിച്ചാൽ പ്രോനൗൺ എന്ത് തന്നെ? വണ്ണും ദേറും ഒക്കെ തന്നെ എഴുതണ്ട കേട്ടോ. വണ്ണിൽ സെന്റൻസ് ആരംഭിച്ചു അല്ലെങ്കിൽ ദേറിൽ സെന്റൻസ് ആരംഭിച്ചു. അപ്പൊ ഇങ്ങനെ വണ്ണിലോ ദേറിലോ, ദേറിന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ തരാം. വണ്ണിലോ ദേറിലോ ഒക്കെ സെന്റൻസ് ആരംഭിച്ചാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് യഥാക്രമം വൺ അഥവാ ദയർ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ വണ്ണിൽ തുടങ്ങി പ്രോനൗൺ എന്ത് തന്നെ എഴുതുക? വൺ തന്നെ എഴുതുക. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ തരുന്ന ക്വസ്റ്റ്യനകത്തൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉറപ്പിക്കുക. വണ്ണിലും ദേറിലും തുടങ്ങിയാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് വൺ അഥവാ ദയർ തന്നെയാണ് ഉപയോഗിക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ. There is a problem here, comma dash question mark. Option A isn't there, option C isn't it, option C isn't there, option D is there. ഇവിടെ ആൻസർ എന്താണ്? isn't there ആണ്. എന്തുകൊണ്ട് നമ്മൾ isn't there എന്ന ആൻസർ എഴുതി? There is a problem here. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാ? is ആണ്. സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇവിടെ എങ്ങും നെഗറ്റീവ് വേർഡ് ഇല്ല. സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. ഈസിനോടൊപ്പം നോട്ട് ചേർത്തു. ഈസിന്റെ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വണ്ണിലും ദയറിലും സെന്റൻസ് ആരംഭിച്ചാൽ പ്രോനൗൺ നമുക്ക് എന്ത് തന്നെ എഴുതാം? വൺ അഥവാ ദയർ തന്നെ എഴുതാം. ഓക്കെ ആണോ? അപ്പൊ ഈസിന്റെ ദയർ എന്ന് ടാഗ് എഴുതി. One of the boys is present, comma dash question mark. Option A isn't one, option B isn't he, option C isn't they, option D doesn't he. ആൻസർ isn't he ആണ്. കുറച്ച് കുട്ടികളുടെയെങ്കിലും കണ്ണ് ഈസിൻ്റെ വണ്ണിലോട്ട് പോയി കാണും ഇല്ലയോ? ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ വണ്ണും ദേറും ഒക്കെ വന്നു. പ്രോനൗൺ നമ്മൾ വണ്ണും ദേറും ഒക്കെ തന്നെ ഉപയോഗിച്ചു. ഇവിടെ എന്താണ്? വൺ ഓഫ് ആണ് സബ്ജക്റ്റായി വന്നിരിക്കുന്നത്. ഈ വൺ ഓഫ് സബ്ജക്റ്റായി വരികയാണെങ്കിൽ
പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഹിയോ ഷിയോ ഇറ്റോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വൺ ഓഫ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് ഹിയോ ഷിയോ ഇറ്റോ ഉപയോഗിക്കാം. ചില കുട്ടികൾ ഇവിടെ ബോയ്സ് എന്ന് കണ്ടപ്പോൾ ദേ എന്നും കണക്ട് ചെയ്ത് കാണാം ഇല്ലേ? ആ ദേയും എഴുതരുത്. ബോയ്സ് വരുമ്പോൾ ദേ എഴുതാം, പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വൺ ഓഫ് ദ ബോയ്സ് എന്നാണ്. അപ്പൊ ബോയ്സിൽ ഒരാളാണ് കേട്ടോ, ആൺകുട്ടികളിൽ ഒരാൾ. അവിടെ ഒരാളെയാണ് എടുത്തു പറയുന്നത്. അപ്പൊ അവിടെ ഹി എല്ലാം എഴുതാൻ പറ്റൂ. വൺ ഓഫ് ദ ബോയ്സ് ആണ്, വൺ ഓഫ് ദ ബോയ്സ് ഈസ് പ്രസന്റ് ആണ്. അപ്പൊ എന്തെഴുതി? ഈസ് ഇൻ ഹി എഴുതി. കൂടുതലൊന്നും നോക്കണ്ട, ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചോ. വൺ ഓഫ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഹിയോ ഷിയോ ഇറ്റോ ഉപയോഗിക്കാം. ഇവിടെ വൺ ഓഫ് സബ്ജക്റ്റ് ആയിട്ട് വന്നു, ഓക്സിലറി വെർബ് ഈസ് ആണ്, ഈസ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ഈസിന്റെ വൺ ഓഫ് ദ ബോയ്സ് ആയതുകൊണ്ട് നമ്മൾ ഹി എഴുതി. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ. വൺ ഓഫ് ദ ഗേൾസ് ഈസ് പ്രസന്റ്. ഓപ്ഷൻ എ ഈസ് ഇൻ ദേ, ഓപ്ഷൻ ബി ഈസ് ഇൻ ഷീ, ഓപ്ഷൻ സി ഈസ് ഇൻ ഡിറ്റ്, ഓപ്ഷൻ ഡി ഡസ് ഇൻ ഷീ. ഇവിടെ ആൻസർ ഈസ് ഇൻ ഷീ ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്, ഈസ് ആണ്, ഈസ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം, നോട്ട് ചേർത്തു, ഈസിന്റെ. ഇവിടെ വൺ ഓഫ് ദ ഗേൾസ് ആണ്. അപ്പൊ വൺ ഓഫ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹിയോ ഷിയോ ഇറ്റോ എഴുതാമെന്ന് പറഞ്ഞു. നേരത്തെ ക്വസ്റ്റ്യനിൽ ബോയ്സ് വന്നതുകൊണ്ട് ഹി എഴുതി. ഇവിടെ ഗേൾസ് ആണ്, അതുകൊണ്ട് ഷീ എഴുതി. ഈസ് ഇൻ ഷീ. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവാമെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ, ഒന്നുമില്ല. വൺ ഓഫ് ദ ബുക്സ് ഇൻ ദ ലൈബ്രറി ഹാസ് ബീൻ stolen, comma dash question mark. Option A hasn't one, option B hasn't he, option C hasn't it, option D has one. ആൻസർ ഇപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി കാണും, hasn't it തന്നെയാണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്, ഹാസ്. നമ്മൾ ഹാസ് എഴുതി. സെന്റൻസിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നും വന്നിട്ടില്ല, സോ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ഹാസിനോടൊപ്പം നോട്ട് ചേർത്തു. ഹാസിൻ്റെ വൺ ഓഫ് ദ ബുക്സ് ആണ്. വൺ ഓഫ് ദ ബോയ്സ് വന്നപ്പോൾ ഹി എഴുതി, ഗേൾസ് വന്നപ്പോൾ ഷീ എഴുതി, ബുക്സ് വന്നപ്പോൾ അവിടെ ഇറ്റാണ് എഴുതുക. പ്രോനൗൺ എഴുതുമ്പോൾ എന്താണ്? ഇറ്റാണ് എഴുതുക കേട്ടോ. ഹാസിൻ്റെ ഇറ്റാണ്. ഓക്കെ, ബുക്സുകളിൽ ഒന്ന്, ബുക്സുകളിൽ ഒന്ന്, അതുകൊണ്ടാണ് ഇറ്റ് വന്നത്. അല്ലാതെ ബുക്സ് എന്നൊക്കെ കണ്ടാൽ എന്താ? പ്ലൂറൽ അല്ലേ, ദേ ആകും. ഇത് ബുക്സിൽ ഒന്നെന്നാണ്, അതുകൊണ്ട് ഇറ്റ് എഴുതി കേട്ടോ. അപ്പൊ വണ്ണിലും ദേറിലും അങ്ങ് തുടങ്ങിയാൽ വണ്ണും ദേറും തന്നെയാണ്. ഇനി വൺ ഓഫിൽ തുടങ്ങിയാൽ ഹിയോ ഷിയോ ഇറ്റോ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വൺ മാൻ ഹാസിൻറ്റ് കം, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഹാസിൻറ്റ് വൺ, ഓപ്ഷൻ ബി ഹാസ് വൺ, ഓപ്ഷൻ സി ഹാസിൻറ്റ് ഹി, ഓപ്ഷൻ ഡി ഹാസ് ഹി. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഹാസ് ഹി ആണ്. എന്തുകൊണ്ട്? ഇവിടെ ഓക്സിലറി വെർബ് ഏതാ? ഹാസ് ആണ്. സെന്റൻസിൽ ഹാസിൻ്റെ എന്നുണ്ട്, സെന്റൻസ് നെഗറ്റീവ് ആണ്, അപ്പോൾ ടാഗ് പോസിറ്റീവ് ആകണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വൺ മാൻ എന്നാണ് കണ്ടത്. അപ്പോൾ വൺ മാൻ വരുമ്പോൾ നമ്മൾ വൺ എഴുതുവോ അതോ ഹി എഴുതുവോ? എന്താണ് എഴുതുക? നോക്കുക. വൺ മാൻ, വൺ വുമൺ, വൺ ബോയ്, വൺ ഗേൾ, ഇവയിലൊക്കെയാണ് സെന്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഹിയോ ഷിയോ എഴുതാം കേട്ടോ. ഹിയോ ഷിയോ എഴുതാം. വൺ മാനോ വൺ ബോയോ വന്നാൽ നമുക്ക് ഹി എഴുതാം. വൺ വുമണോ വൺ ഗേളോ വന്നാൽ നമുക്ക് ഷീ എഴുതാം. ഓക്കെ, ഇവിടെ വൺ മാൻ എന്നാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രോനൗൺ എന്ത് എഴുതാം? ഹി എഴുതാം. വൺ ഗേൾ ആയിരുന്നെങ്കിലോ ഷീ എഴുതാം. ഓക്കെ, വൺ മാൻ ഹാസ് ഇൻകം, ഹാസ് ഹി. വൺ ഗേൾ വാസ് ആബ്സെന്റ്. ഓപ്ഷൻ എ വാസ് ഷീ, ഓപ്ഷൻ ബി wasn't she, ഓപ്ഷൻ സി വാസ് വൺ, ഓപ്ഷൻ ഡി wasn't one. ഇവിടുത്തെ ആൻസർ വാസിൻ്റെ
ഷീ ആണ്. കണ്ടോ, വാസിന്റെ വണ്ണൊക്കെ ഓപ്ഷനും ഉണ്ട്. തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് ചോദ്യകർത്താവ് അങ്ങനെയൊക്കെ തന്നിരിക്കുന്നത്. ഇവിടെ വാസിന്റെ ഷീ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? വൺ ഗേൾ വാസ് ആബ്സെന്റ് എന്നാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടല്ലോ, വാസ്. സെന്റൻസിൽ നെഗറ്റീവുകളൊന്നും ഇല്ലല്ലോ, സെന്റൻസ് പോസിറ്റീവ് അല്ലേ, ടാഗ് നെഗറ്റീവ് ആകണം. വാസിനോടൊപ്പം നോട്ട് ചേർത്തു. വാസിന്റെ വൺ ഗേൾ ആണ്. വൺ ഗേൾ എന്ന് കണ്ടതുകൊണ്ട് പ്രോനോൺ നമുക്ക് എന്തെഴുതാം? ഷീ എന്ന് എഴുതാം. വൺ ഗേൾ വാസ് ആബ്സെന്റ്. വാസിന്റെ ഷീ. He knows nobody in the colony, comma dash question mark. Option A, does he? Option B, did he? Option C, doesn't he? Option D, didn't he? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡസ് ഹി ആണ്. ഓപ്ഷൻ എ ഡസ് ഹി ആണ് ഇവിടുത്തെ ആൻസർ. എന്തുകൊണ്ട്? നമ്മൾ ഇതുവരെ കണ്ട 15 ക്വസ്റ്റിനകത്തും ഡയറക്റ്റ് ആയിട്ടൊരു ഓക്സിലറി വെർബ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ തന്ന ക്വസ്റ്റിനകത്ത് ഒരു ഡയറക്റ്റ് ഓക്സിലറി വെർബ് തന്നിട്ടില്ല. അപ്പം നമ്മുടെ സെൻറ്റൻസിൽ ഡയറക്റ്റ് ആയിട്ടൊരു ഓക്സിലറി വെർബ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അവിടുത്തെ മെയിൻ വെർബ് ഏതാണോ അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ച് വേണം ടാഗ് എഴുതാൻ. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന വെർബിൻ്റെ B1 ഫോം ആണ്, ബേസ് ഫോം ആണ് എങ്കിൽ നമുക്ക് എന്തെഴുതാം? ഡു എഴുതാം. ഡുവില് ബേസ് ഫോം. അപ്പം വെർബിൻ്റെ V1 ഫോം ആണെങ്കിൽ, ബേസ് ഫോം ആണെങ്കിൽ ഡു എഴുതാം. അതേപോലെ വെർബ് പ്ലസ് എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ, വെർബിനോടൊപ്പം എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഡസ് എഴുതാം. ഇനി വെർബിന്റെ V2 ഫോം ആണെങ്കിൽ, V2 ആകുമ്പോൾ എന്തെഴുതാം? ഡിഡ് എഴുതാം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെക്കാം. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ചാണ് ടാഗ് എഴുതുക. ബേസ് ഫോം ആണെങ്കിൽ, വെർബിന്റെ V1 ഫോം ആണെങ്കിൽ ഡു കിട്ടും. ആ വെർബിനോടൊപ്പം എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ ഡസ് കിട്ടും. വെർബിന്റെ V2 ഫോം ആണെങ്കിൽ ഡിഡ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. നോസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ ഡസ് പ്ലസ് നോ, ഡസ് പ്ലസ് നോ ആണ് എന്ത്? നോസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആ നോസിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡസ് കിട്ടി. നോസിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡസ് കിട്ടി. അല്ലെങ്കിൽ വെർബ് പ്ലസ് എസ് അഥവാ ഇഎസ് ഉണ്ട്, ഡസ് കിട്ടി. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ നോബഡി എന്ന് കിടക്കുന്നു. സെന്റൻസ് അപ്പോൾ നെഗറ്റീവ് ആണെന്ന് കണക്ട് ചെയ്യാം. പോസിറ്റീവ് ടാഗ് നമുക്ക് ഉപയോഗിക്കാം. ഡസ് ഹി എന്ന് ടാഗ് എഴുതി. ഡസ് ഹി, ഹി നോസ് നോബഡി ഇൻ ദ കോളനി. ഡസ് ഹി. They live in the town, comma dash question mark. Option A, didn't they? Option B, don't they? Option C, do they? Option D, none of these. അപ്പോൾ ഇവിടെ നോക്കേ, ഡയറക്റ്റ് ആയിട്ടൊരു ഓക്സിലറി വെർബ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ? ലിവ് ആണ്. ഓക്കെ. അപ്പോൾ എന്താ? ഡു പ്ലസ് ലിവ് അല്ലേ? ലിവ്. ഡു പ്ലസ് ലിവ് എന്താണ്? ലിവ് ആണ്. അല്ലെങ്കിൽ ലിവ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ബേസ് ഫോം ആണ്. ഓക്കെ. അപ്പോൾ ഡു ആണ് ലഭിക്കുക. നമ്മൾ ഡു എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് എന്താകണം? നെഗറ്റീവ് ആകണം. അപ്പോൾ ഡൂനോടൊപ്പം നോട്ട് ചേർത്തു. ഡോണ്ട്. പ്രോനോൺ എന്തെഴുതി? ദേ എന്നെഴുതി. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പം ലിവിനെ സ്പ്ലിറ്റ് ചെയ്തു. ലിവിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡു കിട്ടി. സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. ഡോൺ, ദേ എന്ന് ടാഗ് എഴുതി. നെക്സ്റ്റ്, മീന ഡാൻസ്ഡ് വെൽ, comma dash question mark. Option A, does she? Option B, did she? Option C, didn't she? Option D, doesn't she? ഇവിടെ ആൻസർ എന്താണ്? നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടില്ല. സോ നമ്മൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്.
ഡാൻസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് ഡാൻസ് ആണ് ഡാൻസ്ഡ്, ഡിഡ് പ്ലസ് ഡാൻസ് ആണ് ഡാൻസ്ഡ്, അല്ലെ ഡാൻസ്ഡ് എന്ന് പറയുമ്പോൾ V2 ഫോം ആണ്. എങ്ങനെ നോക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ഡിഡ് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നു സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. ഈ സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. ഡിഡിനോടൊപ്പം നോട്ട് ചേർക്കുന്നു. ഡിഡിൻറ്റ് പ്രോനൗൺ നമ്മൾ എന്തെഴുതി? ഷീ എന്നെഴുതി. ഡിഡിൻറ്റ് ഷീ. ഓക്കെ, ഡിഡിൻ ഷീ. She sang well, comma dash question mark. Option A, did she? Option B, didn't she? Option C, does she? Option D, doesn't she? Answer, didn't she ആണ്. എന്തുകൊണ്ട്? അപ്പൊ ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടില്ല. സിങ് സാങ് സങ് എന്നല്ലേ? അപ്പൊ സിങ് വെർബിന്റെ V1 ഫോം ആണ്, സാങ് വെർബിന്റെ V2 ഫോം ആണ്, SUNG സങ് ആണ് V3 ഫോം. അപ്പൊ ഇവിടെ ഷീ സാങ് വെൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാങ് എന്ന് പറയുന്നത് വെർബിന്റെ V2 ഫോം ആണ്. സബ്ജക്ട് പ്ലസ് V2 ആണ്. സബ്ജക്ട് പ്ലസ് V2 മീൻസ് V2 ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. V2 ആകുമ്പോൾ എന്താ കിട്ടുക? ഡിഡ് ആണ് കിട്ടുക. ഡിഡ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് അല്ലേ? ടാഗ് നെഗറ്റീവ് ആകണ്ടേ? ഡിഡിനോടൊപ്പം നോട്ട് ചേർത്തു. ഡിഡിൻറ്റ് പ്രോനൗൺ എന്തെഴുതി? ഷീ എന്നെഴുതി. ഡിഡിൻ ഷീ. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എവരിബഡി ഹാസ് കം ടു ദ പാർട്ടി, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഹാസൻറ്റ് ദേ, ഓപ്ഷൻ ബി ഹാസ് ദേ, ഓപ്ഷൻ സി ഹാവിൻറ്റ് ദേ, ഓപ്ഷൻ ഡി ഹാവ് ദേ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഹാവിൻറ്റ് ദേ ആണ്. എന്തുകൊണ്ട്? ഹാസിൻ്റെ ദേ അല്ല, ഹാവിൻ്റെ ദേ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ടല്ലോ. ഏതാണ് നമ്മൾ ഇവിടെ കണ്ട ഡയറക്റ്റ് ഓക്സിലറി വെർബ്? ഹാസ് ആണ്. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വെർബിലാണ്. നമുക്ക് ഹാസ് തൽക്കാലം എഴുതാം. ആൻസർ ഇതാണ്. ആൻസറിലോട്ട് വരാം. ഹാസ് ആദ്യം എഴുതി. ഇനി നമ്മൾ നോക്കുന്നു സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇവിടെ ഒന്നും ഒരു നെഗറ്റീവ് വേർഡുകളും തന്നിട്ടില്ല. സോ സെന്റൻസ് പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സെന്റൻസ് അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്താകണം? നെഗറ്റീവ് ആകണം. അപ്പോൾ നമ്മൾ ഹാസിനോടൊപ്പം നോട്ട് ചേർക്കും. ഹാസിൻ്റെ എന്ന് എഴുതി. ഓക്കെ ആണ്. ഇനി ഇവിടെ എവരിബഡി വന്നിരിക്കുന്നു. ഈ എവരിബഡി ഒക്കെ വരുമ്പോൾ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ദേ ഉപയോഗിക്കാം. ഇപ്പം എന്തൊക്കെ വരുമ്പോഴാണ് ദേ എഴുതുക? എവരിബഡി, എനിബഡി, സംബഡി, നോബഡി, അതുപോലെ പീപ്പിൾ, ഇതേപോലുള്ള കാര്യങ്ങൾ. എവരിബഡി, എനിബഡി, സംബഡി, നോബഡി, എവരി വൺ, എനി വൺ, സം വൺ, നോ വൺ, പീപ്പിൾ, ഓൾ ഓഫ് ദം, സം ഓഫ് ദം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോനൗൺ എന്തെഴുതാം? ദേ എഴുതാം. പ്രോനൗൺ ദേ എഴുതാം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതങ്ങോട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ദേ എന്ന് പറയുമ്പോൾ അത് ഒരു പ്ലൂറൽ പ്രോനൗൺ ആണ്. ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ പ്രോനൗൺ ആണ്. ഹാസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ഓക്സിലറി വെർബുമാണ്. അപ്പോൾ ഒരു പ്ലൂറൽ പ്രോനൗണും ഒരു സിംഗുലർ ഓക്സിലറി വെർബും വരുന്ന ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രോനൗണിനെ അവിടെ നിലനിർത്തിയിട്ട് ഓക്സിലറി വെർബിനെ അങ്ങ് പ്ലൂറലാക്കി മാറ്റണം. അപ്പൊ ഹാസിന്റെ പ്ലൂറൽ ഏതാ? ഹാവ് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? ഹാവിൻറ്റ് ദേ എന്ന് ടാഗ് എഴുതി. പറഞ്ഞ മനസ്സിലായോ? അതായത് ഹാസിന്റെ ദേ എന്ന പ്രയോഗം തെറ്റാണ്. ഹാസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ഓക്സിലറി വെർബാണ്. ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ പ്രോനൗൺ ആണ്. അങ്ങനെ ഒരു പ്ലൂറൽ പ്രോനൗണും സിംഗുലർ ഓക്സിലറി വെർബും വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പ്രോനൗണിനെ അവിടെ നിലനിർത്തിയിട്ട് ഓക്സിലറി വെർബിനെ അങ്ങ് പ്ലൂറലാക്കി മാറ്റണം. അപ്പം ദേ അവിടെ നിലനിർത്തി ഹാസ് എന്ന ഓക്സിലറി വെർബിനെ നമ്മൾ പ്ലൂറലാക്കി. അങ്ങനെയാണ് ഇവിടെ ഹാവിൻ്റെ ദേ എന്ന ടാഗ് വന്നത്. ഇത് നമുക്ക് റൂള് കറക്റ്റായിട്ട് അറിയാമെങ്കിലും നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റാറുണ്ട്. നമ്മൾ പെട്ടെന്ന് എക്സാം എഴുതുന്ന വ്യഗ്രതയിൽ ഇത് ശ്രദ്ധിക്കാതെ ഒറ്റ നോട്ടം ഹാസ് ഉണ്ട്, പോസിറ്റീവാണ്, ടാഗ് നെഗറ്റീവ് ആകണം, ഹാസിൻ്റെ എവരിബഡി വന്നാൽ ദേ അല്ലേ, ഹാസിൻ്റെ ദേ എന്നങ്ങ് ഇനിയും നമ്മൾ എഴുതി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പ്രോനൗൺ ആയിട്ട് ദേ കണ്ടാൽ, അല്ലെ പ്രോനൗൺ ആയിട്ട്
വി കണ്ടാൽ ദാണ്ട് ഇതോട് ഓർക്കുക, സെക്കൻഡ് പേഴ്സൺ യു. സെക്കൻഡ് പേഴ്സൺ യുവിനെയും പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ദേയോ ബിയോ യുവോ നിങ്ങൾ ഇതേപോലെ ടാഗിന്റെ പ്രോനൗണായിട്ട് കണ്ടാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഇവിടെ കിടക്കുന്ന ഓക്സിലറി വെർബ്സ് സിംഗുലർ അംഗാണമാണോ എന്ന്. സിംഗുലർ ആണെങ്കിൽ മാത്രം അതിനെ എന്താക്കി മാറ്റുക, പ്ലൂറൽ ആക്കി മാറ്റുക. ഓൾറെഡി പ്ലൂറൽ ആണ്, കുഴപ്പമില്ല. അപ്പൊ എന്തൊക്കെ വരുമ്പോഴാ ഈ ദേ വന്നതുപോലെ ദേയോ ബിയോ യുവോ ഒക്കെ പ്രോനൗണായിട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കിടക്കുന്ന ഓക്സിലറി വെർബ് സിംഗുലർ ആണെങ്കിൽ അതിനെ അങ്ങ് പ്ലൂറൽ ആക്കുക. അപ്പൊ എങ്ങനെ കിട്ടി, ഹാവിൻ്റെ ദേ എന്ന് ടാഗ് കിട്ടി. ഓക്കെ ആണോ? അപ്പം എവരിബഡി, എനിബഡി, സംബഡി, നോബഡി, എവരിവൺ, എനിവൺ, സംവൺ, നോവൺ, അതുപോലെ എ ഫ്യൂ, സം ഓഫ് ദം, ഓൾ ഓഫ് ദം, പീപ്പിൾ, ഇതിലൊക്കെ തുടങ്ങുന്ന സെന്റൻസുകളുടെ പ്രോനൗണായിട്ട് നമ്മൾ ദേ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഈ ദേ മാത്രമല്ല, ബിയും യു ഒക്കെ പ്ലൂറൽ പ്രോനൗണാണ്. ഒരു പ്ലൂറൽ പ്രോനൗണും സിംഗുലർ ഓക്സിലറി വെർബും വന്നാൽ ആ പ്രോനൗണിനെ അവിടെ നിലനിർത്തിയിട്ട് ഓക്സിലറി വെർബിനെ അങ്ങ് പ്ലൂറൽ ആക്കി മാറ്റണം. ശ്രദ്ധിക്കണേ ഇത്. 21st question. No one has come, comma dash, question mark. Option A, has it. Option B, have they. Option C, does they. Option D, hasn't it. നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ ഹാസ് ദേ ആകുന്നു. ഹാവ് ദേ ആകുന്നു. ഏതാണ് ഹാവ് ദേ? ഓപ്ഷൻ ബി ഹാവ് ദേ ആകുന്നു. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാ? ഹാസ് ആണ്. സെന്റൻസ് നോ വൺ കണ്ടോ, തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് വേർഡ് ആണ്, ശ്രദ്ധിക്കാതെ പോകരുത്. സെന്റൻസ് നെഗറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് ടാഗാണ് എഴുതുക. ഹാസ്, നോ വൺ ഒക്കെ വന്നാലും പ്രോനോൺ എന്താ എഴുതുക? ദേ ആണ് എഴുതുക. ഹാസ് ദേ എന്ന് എഴുതി. തെറ്റാണ്. ഹാസ് സിംഗുലർ ഓക്സിലറി വെർബാണ്, ദേ പ്ലൂറൽ പ്രോനൗൺ ആണ്. അപ്പോൾ നമ്മൾ പ്രോനൗണിനെ നിലനിർത്തി ഓക്സിലറി വെർബിനെ അങ്ങ് പ്ലൂറൽ ആക്കി മാറ്റി ഹാവ് ദേ എന്ന് ടാഗ് എഴുതി. അപ്പൊ ഇനി നോക്കണേ, ഈസ് ആണെങ്കിൽ നിങ്ങൾ അതിനെ പ്ലൂറലായിട്ട് എന്ത് എഴുതുക? ആറെന്ന് എഴുതുക. വാസ് ആണെങ്കിൽ പ്രോനോൺ പ്ലൂറലായിട്ട് നമ്മൾ എന്ത് എഴുതുക? വെയർ എഴുതുക. ഹാസ് ആണെങ്കിൽ പ്രോനോൺ നമ്മൾ എന്ത് എഴുതുക? ഹാവ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ വൺ ഹാസ് കം, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഹാസ് ഇറ്റ്. ഓപ്ഷൻ ബി ഹാവ് ദേ. ഓപ്ഷൻ സി ഡസ് ദേ. ഓപ്ഷൻ ഡി hasn't it. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഹാവ് ദേ ആണ്. എന്തുകൊണ്ട് നമ്മൾ ഹാവ് ദേ എന്ന ആൻസർ എഴുതി? നമുക്ക് നോക്കാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബ്? ഹാസ് ആണ്. സെന്റൻസിൽ നോ വൺ എന്ന് കൊടുത്തിട്ടുണ്ട്. നോ വൺ എന്ന് പറയുമ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആണല്ലോ. തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് വേർഡ് കാണുമ്പോൾ ശ്രദ്ധിക്കാതെ പോകരുത്, ഈ സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ടാഗ് നമുക്ക് ഉപയോഗിക്കാം. നോ വൺ ഒക്കെ വന്നാൽ പ്രോനൗൺ ദേ എഴുതാമെന്ന് പഠിച്ചു. അപ്പൊ ഹാസ് ദേ എന്ന് നമ്മൾ എഴുതുന്നു. ഇത് തെറ്റല്ലേ? പ്രോനൗൺ ദേ ആണ്, ഓക്സിലറി വെർബ് ഹാസ് ആണ്, പ്ലൂറൽ ആണ്, സിംഗുലർ ആണ്. നമ്മൾ ദേ അവിടെ നിലനിർത്തിയിട്ട് ഓക്സിലറി വെർബിനെ കൂടി പ്ലൂറൽ ആക്കി മാറ്റി. ഏതാണ് പ്ലൂറൽ? ഹാവ് ആണ്. ഹാവ് ദേ എന്ന് ടാഗ് എഴുതി. ഓക്കെ ആണോ? ഹാവ് ദേ എന്ന് ടാഗ് എഴുതി. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, പീസ് വന്നാൽ, അതായത് സിംഗുലർ ഓക്സിലറി വെർബും പ്ലൂറൽ പ്രോനൗണും വരുമ്പോൾ യുവും ബിയും ദേയും ഒക്കെ വരുമ്പോൾ നിങ്ങൾ അവയെ അവിടെ നിലനിർത്തിയിട്ട് ഓക്സിലറി വെർബിനെ അങ്ങ് പ്ലൂറൽ ആക്കി മാറ്റണം. അപ്പൊ ഈസ് ആണെങ്കിൽ നിങ്ങൾ എന്താക്കണം? ഈസിന്റെ പ്ലൂറൽ ആർ ആക്കണം. വാസ് ആണെങ്കിൽ നിങ്ങൾ എന്താക്കണം? വെയർ ആക്കണം. ഹാസ് ആണെങ്കിൽ പ്ലൂറൽ എന്താക്കണം? ഹാസിന്റെ പ്ലൂറൽ ഏതാ? ഹാവ് ആക്കണം. ഇത് തിരിഞ്ഞു പോകരുത്. ഇത് ചെറിയ കൺഫ്യൂഷൻ ചിലർക്ക് വരും. ഡസ് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂറൽ ഏതാ? ഡു ആണ് കേട്ടോ. ഡിഡ് എന്ന് പറയുന്നത് ഡസിന്റെ ഡൂവിന്റെയും കൂടെ V2 ഫോം ആണ് ഡിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഡസിന്റെ ഡൂവിന്റെ ഒക്കെ V2 ഫോം ആണ് ഡിഡ് എന്ന് പറയുന്നത്. V3 ഡൺ ആണ്. അപ്പൊ ഡസ് സിംഗുലർ, ഡു പ്ലൂറൽ ആണ്. അപ്പം ദേയോ ബിയോ യുവോ പ്രോനോണായിട്ട് വന്നാൽ അവിടെ അപ്പുറത്ത് കിടക്കുന്ന ഓക്സിലറി വെർബ് ഈസോ വാസോ ഹാസോ ഡസ്സോ ഒക്കെ ആണെങ്കിൽ, ഈസ് ആണെങ്കിൽ നിങ്ങൾ അതിനെ ആറായിട്ട് പ്ലൂറൽ ആക്കുക. വാസ് ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ വെയർ എഴുതുക. ഹാസ് ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ ഹാവ് എഴുതുക. ഡസ് ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ ഡൂവും എഴുതുക. ഓക്കെ. 22ാമത്തെ ക്വസ്റ്റ്യൻ. എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഡോണ്ട് ദേ. ഓപ്ഷൻ ബി ഡസന്റ് ദേ. ഓപ്ഷൻ സി ഡു ദേ. ഓപ്ഷൻ ഡി ഡസ് ദേ.
നമുക്ക് നോക്കാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ടല്ലോ. ഏതാ? വാണ്ട്സ് ആണ്. വാണ്ട്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുക എന്താണ്? ഡസ് ആണ്. ആൻസറിലോട്ട് വന്നിട്ടില്ല. ഡസ് ആണ് അവിടെ കിട്ടുക. ഓക്കെ. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്താകണം? നെഗറ്റീവ് ആകണം. അപ്പൊ നമ്മൾ ഡസിനോടൊപ്പം നോട്ട് ചേർത്തെന്ന് വിചാരിക്കുക. ഡസിന്റെ എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. എവരിബഡി വരുമ്പോൾ പ്രോനോൺ എന്തെഴുതും? ദേ എഴുതും. അപ്പൊ ഡസിന്റെ ദേ എന്ന് എഴുതി. നമ്മൾ നോക്കി, ദേ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ പ്രോനോൺ ആണ്. ഡസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ഓക്സിലറി വെർബാണ്. ഇവിടെ ഒരു പ്ലൂറൽ പ്രോനോണും സിംഗുലർ ഓക്സിലറി വെർബുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ 2 തവണ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ വന്നാൽ ആ പ്രോനോണിനെ അവിടെ നിലനിർത്തുക, ഓക്സിലറി വെർബിനെ പ്ലൂറലാക്കി മാറ്റുക. ഡസിന്റെ പ്ലൂറൽ ഏതാ? ഡു ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഡോൺ ദേ എന്ന് എഴുതാം. ഉണ്ടോ ഓപ്ഷൻ ഡോൺ ദേ? യെസ് ഉണ്ട്. ഓപ്ഷൻ എ ആണ്. ഡോൺ ദേ ആണ് ആൻസർ. കണ്ടോ, ഡസിന്റെ ദേയും ഓപ്ഷനും ഉണ്ട്. ഡൗട്ട് വരല്ലേ? He should have done it, comma dash question mark. Option A, shalln't he? Option B, shouldn't he? Option C, haven't he? Option D, have he? നോക്കുക, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഈ സെന്റൻസിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് നിങ്ങൾ കാണുന്ന പ്രത്യേകത? ആ ക്വസ്റ്റിനകത്തോട്ടൊന്ന് നല്ലപോലെ നോക്കേ. ഹി ഷുഡ് ഹാവ് ഡൺ ഇറ്റ് എന്നാണ്. ഇവിടെ എന്ത് കാണുന്നു? മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് ഒന്നിലധികം എന്ത് കാണുന്നു? ഓക്സിലറി വെർബ് കണ്ടു. അപ്പം ഒന്നിലധികം ഓക്സിലറി വെർബ് വന്നാൽ, രണ്ടിലധികം ഓക്സിലറി വെർബ് ഒക്കെ വന്നാൽ, ഒന്നിൽ കൂടുതൽ ഓക്സിലറി വെർബുകൾ വന്നാൽ നമ്മൾ ഇതിൽ ഏത് ഓക്സിലറി വെർബ് എടുക്കും? ഷുഡ് എടുക്കുമോ ഹാവ് എടുക്കുമോ? ഇവിടെ ഹാവും എടുത്തിട്ടുണ്ട്, ഷുഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെടുക്കും? നോക്കുക, 2ഓ അതിലധികമോ അല്ലെങ്കിൽ ഒന്നിലധികം ഓക്സിലറി വെർബുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കിടക്കുന്ന ഓക്സിലറി വെർബിനനുസരിച്ച് ടാഗ് എഴുതുക. 2ഓ അതിലധികമോ ഓക്സിലറി വെർബുകളൊക്കെ വന്നാൽ എന്തോ ചെയ്യുക? ആദ്യം കിടക്കുന്ന ഓക്സിലറി വെർബിനനുസരിച്ച് ടാഗ് എഴുതുക. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഷുഡ് ആണ്. ഫസ്റ്റ് ഓക്സിലറി വെർബ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. അപ്പൊ ഷുഡിനോടൊപ്പം നോട്ട് ചേർത്തു. ഷുഡിന്റെ പ്രോനോൺ എന്തെഴുതി? ഹി എഴുതി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഷുഡ് ഇറ്റ് ഹി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണോ? അപ്പൊ 2ഓ അതിലധികമോ ഓക്സിലറി വെർബുകൾ വന്നാൽ ആദ്യം വരുന്ന ഓക്സിലറി വെർബിനനുസരിച്ചാണ് ടാഗ് എഴുതുക. അടുത്തത് നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടോട്ട് വന്നതാണ്. വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടി എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഏത് ടാഗ് എഴുതും? ഓപ്ഷൻ നമുക്ക് നോക്കാം. മസ്റ്റ് വൺ, ഓപ്ഷൻ ബി മസ്റ്റിൻറ്റ് വൺ, ഓപ്ഷൻ സി ഡു വൺ, ഓപ്ഷൻ ഡി ഡോൺ വൺ. ഇവിടെ മസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 2 ഓക്സിലറി വെർബ് ഉണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ റൂളും ഇവിടെ ബാധകമാണ്, ഇപ്പോൾ പറഞ്ഞ റൂളും ബാധകമാണ്. ഇവിടെ 2 ഓക്സിലറി വെർബ് ഉണ്ട്, മസ്റ്റും ഉണ്ട്, ഡൂ ഉണ്ട്. അപ്പോൾ 2 ഓക്സിലറി വെർബ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കിടക്കുന്ന ഓക്സിലറി വെർബിനനുസരിച്ച് ടാഗ് എഴുതുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓക്സിലറി ആയിട്ടുള്ള മസ്റ്റിനെ എടുത്തു. ഇനി നമ്മൾ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി. ഇവിടെ നെഗറ്റീവ് വേർഡുകൾ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. മസ്റ്റിനോടൊപ്പം നോട്ട് ചേർത്തു. മസ്റ്റിന്റെ 1ൽ തുടങ്ങി പ്രോനൗണും എന്ത് തന്നെ എഴുതാം? 1 തന്നെ എഴുതാം. 1 ഓഫ് എന്നോ വന്നിട്ടില്ല, 1 മാൻ എന്നോ 1 ബോയ് എന്നോ 1 ഗേൾ എന്നോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ 1ൽ തുടങ്ങി 1 തന്നെ പ്രോനൗൺ എഴുതുക. മസ്റ്റിന്റെ 1. അപ്പം 2 റൂളും ഇവിടെ നോക്കണം. മൾട്ടിപ്പിൾ ഓക്സിലറി വെർബ്, അതായത് 2ലധികം ഓക്സിലറി വെർബ് വന്നു. ഫസ്റ്റ് ഓക്സിലറി വെർബ് എടുത്ത് ടാഗ് കംപ്ലീറ്റ് ചെയ്തു. 1ൽ തുടങ്ങിയാൽ പ്രോനൗൺ 1 ആണ്. അപ്പം മസ്റ്റിന്റെ 1 എന്ന് ടാഗ് എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹാഡ് എ പെറ്റ് ഡോഗ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഹാഡ് ഐ, ഓപ്ഷൻ ബി ഹാഡിൻറ്റ് ഐ, ഓപ്ഷൻ സി ഡിഡ് ഐ, ഓപ്ഷൻ ഡി ഡിഡിൻറ്റ് ഐ. നമുക്ക് നോക്കാം ഇവിടെ ആൻസർ എന്തായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഹാഡിൻറ്റ് ഐ ആണ്. ഹാഡിൻറ്റ് ഐ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പറഞ്ഞു തരട്ടെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ ഈ ഹാഡിനെ നമ്മൾ ഡയറക്റ്റ് എടുത്തങ്ങ് എഴുതുന്നതിന് മുൻപ് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ സെൻറ്റൻസിൽ ഹാഡ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹാസും ഹാവും ഹാഡും ഒക്കെ വന്നിട്ട് അതിനുശേഷം മറ്റൊരു വെർബ് വന്നിട്ടില്ലെങ്കിൽ, അതായത് ഇത് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത ക്വസ്റ്റിൻ്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഫ് ക്ലോസിൽ നമ്മൾ ഹാഡ് മെയിൻ വെർബായിട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു.
ഇവിടെയും ആവർത്തിക്കുകയാണ്. ഹാസും ഹാവും ഹാഡും ഒക്കെ വന്നിട്ട് അതിനുശേഷം മറ്റൊരു വെർബ് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ സെന്റൻസിൽ ഹാഡ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഈ സെന്റൻസിൽ എന്താ? ഹാഡ് ഓക്സിലറി വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാ? ഇവിടെ ഈ ഹാഡിന് ശേഷം റിട്ടൺ എന്ന ഒരു വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മെയിൻ വെർബ് ഉള്ളത് കൊണ്ട് ഇവിടെ ഹാഡ് ഓക്സിലറി വെർബാണ്. ഓക്കെ ആണ്. പക്ഷെ ഇവിടെ നോക്കേ, ഐ ഹാഡ് എ പെറ്റ് ഡോഗ് എന്നാണ്. ഇവിടെ ഹാഡിന് ശേഷം പെറ്റ് ഡോഗ് എന്നാണ് കിടക്കുന്നത്. ഡോഗ് എന്ന് പറയുമ്പോൾ ഒരു ജീവിയുടെ പേരാണ്, നൗൺ ആണ്. അപ്പൊ ഇവിടെ ഹാഡിന് ശേഷം ഒരു വെർബ് വന്നിട്ടില്ല. എന്താ വെർബ് എന്ന് പറഞ്ഞാൽ? വാട്ട് എ സബ്ജക്ട് ഡസ്, ഒരു സബ്ജക്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഈറ്റ്, ഡ്രിങ്ക്, വാക്ക്, പ്ലേ ഇതൊക്കെയാണ് വെർബ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെർബ് ഇവിടെ വന്നിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു വെർബ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഹാഡ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ തരുന്ന സെന്റൻസുകളിൽ ഹാസും ഹാവും ഹാഡും ഒക്കെ ഇങ്ങനെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹാസോ ഹാവോ ഹാഡോ വന്നിട്ട് വേറെ വെർബുകൾ ഉണ്ടെങ്കിൽ അവ ഓക്സിലറി വെർബാണ്. ഹാസും ഹാവും ഹാഡും വന്നിട്ട് മറ്റ് വെർബുകളൊന്നും ഇല്ല എങ്കിൽ അവിടെ ഹാസായാലും ഹാവായാലും ഹാഡായാലും മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഹാസും ഹാവും ഹാഡും ഒക്കെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹാസും ഹാവും ഹാഡും ഒക്കെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അവ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസിലാണെങ്കിൽ, ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസിലാണെങ്കിൽ നമ്മൾ അവയെ സ്പ്ലിറ്റ് ചെയ്തെഴുതണം. സ്പ്ലിറ്റ് ചെയ്യണം. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസിലാണെങ്കിൽ ഹാസും ഹാവും ഹാഡും മെയിൻ വെർബായിട്ട് വരുമ്പോൾ അവ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസിലാണെങ്കിൽ നമ്മൾ അവയെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഡസ് ആണ് കിട്ടുക. ഹാവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? ഡു ആണ് കിട്ടുക. ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? ഡിഡ് ആണ് കിട്ടുക. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസിലാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഓണർഷിപ്പ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണ്ട. ഇവിടെ ഓണർഷിപ്പ് അല്ലേ? ഹാഡ് മെയിൻ വെർബായിട്ട് വന്നു. ഹാഡിന് ശേഷം ഐ ഹാഡ് എ പെറ്റ് ഡോഗ് എന്നാണ്. അപ്പൊ അതൊരു ഓണർഷിപ്പ് ആണ്, ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസിലല്ല. അതുകൊണ്ട് നമ്മൾ അവയെ സ്പ്ലിറ്റ് ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റിംഗ് എടുത്താൽ മതി. ഹാഡ് എഴുതി, ഹാഡിൻ്റെ ഐ എന്ന് ടാഗ് എഴുതി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ എന്താണ് ഡിഡിൻറ്റ് ഐ എന്ന ആൻസറൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാം. അത് അമേരിക്കൻ ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതാറുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മത്സര പരീക്ഷകൾക്ക് ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം, ഓണർഷിപ്പ് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യണ്ട. അമേരിക്കൻ ഇംഗ്ലീഷിൽ എങ്ങനെയായാലും മെയിൻ വെർബായിട്ട് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്താണ് അവർ ഉപയോഗിക്കുക കേട്ടോ. അത് ഓർക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ രീതി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് വന്നാൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക, ഓണർഷിപ്പ് വന്നാൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട. ഇവിടെ ഹാർഡ് മെയിൻ വെർബായിട്ട് വന്നു, ഓണർഷിപ്പ് വന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തില്ല. ഹാർഡിൻ്റെ ഐ എന്ന് ടാഗ് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കേ. They usually have breakfast at 8 AM, comma dash question mark. Option A, don't they? Option B, haven't they? Option C, haven't it? Option D, have they? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ട്, ഹാവ്. നമ്മൾ എന്നിട്ട് നോക്കണം, ഈ ഹാസും ഹാവും ഹാർഡും എവിടെ വന്നാലും നിങ്ങൾ നോക്കണം അത് ഓക്സിലറി വെർബായിട്ടാണോ മെയിൻ വെർബായിട്ടാണോ വന്നിരിക്കുന്നത്. ഓക്സിലറി വെർബായിട്ടാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതങ്ങ് എടുത്താൽ മതി. പക്ഷെ മെയിൻ വെർബായിട്ട് വരുമ്പോൾ അത് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം, ഓണർഷിപ്പ് ആണ് സ്പ്ലിറ്റ് ചെയ്യേണ്ട, സാധാ പോലെ അങ്ങ് എടുക്കാം. ഇവിടെ നോക്കേ, ഹാവിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിടക്കുന്നത്, ഒരു വെർബ് ഇല്ല. സോ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഹാവ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവിന് ശേഷം മറ്റൊരു വെർബ് വന്നിട്ടില്ല, അതുകൊണ്ട് ഹാവ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാവ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസിലാണെങ്കിൽ നമ്മൾ അവയെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമെന്നല്ലയോ പഠിച്ചത്.
ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അപ്പോൾ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസിലാണ് സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഹാസിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഡസ് കിട്ടും, ഹാവിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഡു കിട്ടും, ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡിഡ് ലഭിക്കും. ഇവിടെ ഹാവ് ആണ് ബേസ് ഫോം ആണ്, ഡു ആണ് കിട്ടുക. സെന്റൻസിൽ നെഗറ്റീവ് വേർഡുകളൊന്നുമില്ല. സെന്റൻസ് അപ്പോൾ എന്താകുന്നു? പോസിറ്റീവ് ആകുന്നു. ടാഗ് നെഗറ്റീവ് ആകണം. ഡോണ്ട് പ്രോനോൺ എന്തെഴുതി? ദേ എന്നെഴുതി. ഡോണ്ട് ദേ ആണ് ടാഗ്. You have enough money, comma dash question mark. Option A, haven't you? Option B, have you? Option C, don't you? Option D, do you ആണ്. ഇവിടെ നോക്കുക, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഹാവിൻ്റെ യു ആകുന്നു. ഇവിടെ നോക്കുക, ഇവിടെ ഹാവ് വന്നു. ഇവിടെയും ഹാവ് ഒരു ഓക്സിലറി വെർബായിട്ടല്ല വന്നിരിക്കുന്നത്, മെയിൻ വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കാം? ഇനഫ് മണി എന്നൊക്കെയാണ് കിടക്കുന്നത്. ഹാവിന് ശേഷം മറ്റൊരു വെർബ് സെന്റൻസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഹാവ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സെന്റൻസിൽ ഹാസ് അഥവാ ഹാവ് മെയിൻ വെർബായിട്ട് വന്നാൽ അത് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും. ഓണർഷിപ്പ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യത്തില്ല. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഓണർഷിപ്പ് അല്ലേ, ഇനഫ് മണി അല്ലേ. അപ്പം ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് അല്ല, അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട. ഹാവിനെയും എടുത്തു. സെന്റൻസിൽ നെഗറ്റീവ് വേർഡൊന്നും ഇല്ല. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ഹാവിൻ്റെ പ്രോനോൺ എന്തെഴുതി? യു എന്നെഴുതി. ഹാവിൻ്റെ യു എന്ന് ടാഗ് എഴുതി. അതെ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് വരുമ്പോഴാണോ അതോ ഓണർഷിപ്പ് വരുമ്പോഴാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യേണ്ടാത്തത് എന്ന് ചെറിയൊരു ഡൗട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മളിപ്പം ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട് ഇതൊക്കെ കഴിക്കുന്നു. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴിക്കുക? സ്പ്ലിറ്റ് ചെയ്തല്ലയോ കഴിക്കുക? മീൻസ് പിച്ചി പിച്ചി അല്ലേ കഴിക്കുന്നത്. അപ്പം ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, അപ്പോൾ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് വരുമ്പോൾ അപ്പോൾ ഇഡ്ഡലിയൊക്കെ നമ്മൾ എന്താ പിച്ചി പിച്ചിയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഓണർഷിപ്പ് വരുമ്പോൾ എന്ത് ചെയ്യേണ്ട? സ്പ്ലിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത് മറന്നു പോകത്തില്ല. ഇല്ലെങ്കിൽ എന്താ, കുറച്ച് ദിവസം കഴിയുമ്പം ഓണർഷിപ്പ് വരുമ്പോഴാണോ അതോ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന സെൻസ് വരുമ്പോഴാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്ന് ഡൗട്ട് വരാം. ഇപ്പോൾ അത് ഓക്കെ ആയല്ലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കേ. ഹിസ് ഫാദർ ഹാസ് ടു കം ഏർലി. ഓപ്ഷൻ എ, ഡസൻ ഹി. ഓപ്ഷൻ ബി, ഹാസൻറ്റ് ഹി. ഓപ്ഷൻ സി, ഡസ് ഹി. ഓപ്ഷൻ ഡി, ഹാസ് ഹി. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡസൻറ്റ് ഹി ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഹാസ് മെയിൻ വെർബായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഹാസിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു ടു കൂടിയുണ്ട്. ഹാസ് ടു എന്ന് വന്നിട്ടുണ്ട്. ഹാവ്സ് ടുവോ, ഹാവ് ടുവോ, ഹാഡ് ടു. അതായത് ഹാസും ഹാവും ഹാഡും ഇതൊക്കെ മെയിൻ വെർബായിട്ട് തന്നെ വരുന്നത്. ഹാസും ഹാവും ഹാഡും ഒക്കെ വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് എഴുതുക എന്ന് കേട്ടോ. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു. അതായത് ഹാസിൻ്റെ കൂടെ ഹാസ് കം എന്നല്ല കൊടുത്തേക്കുന്നത്, ഹാസ് ടു കം. അപ്പം അല്ലെങ്കിൽ ഹാവ് ടു കം അല്ലെ ഹാഡ് ടു കം. അങ്ങനെ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു എന്ന് കണ്ടാൽ നിങ്ങൾ അവയെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഹാസ് ടു അഥവാ ഹാവ് ടു എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ചുമ്മാ ഓർത്ത് വെക്കുക, എവിടെയെങ്കിലും ആവശ്യം വരും. സിമ്പിൾ പ്രസൻ്റ് ആണ്. ഹാഡ് ടു എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, എവിടെയെങ്കിലും ആവശ്യം വരും. ഹാസ് ടു, ഹാവ് ടു സിമ്പിൾ പ്രസൻ്റ് ആണ്. ഹാഡ് ടു സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു എന്ന് വന്നാൽ നിങ്ങൾ അവയെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇവിടെ ഹാസ് ടു എന്ന് വന്നു. ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് ആണ് കിട്ടുക. നമ്മൾ ഡസ് എഴുതി. സെന്റൻസിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നുമേ ഇല്ല. സോ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ഡസിനോടൊപ്പം നോട്ട് ചേർത്തു. ഡസൻറ്റ് ഹിസ് ഫാദർ അല്ലേ, അതുകൊണ്ട് നമുക്ക് പ്രോനോൺ എന്ത് എഴുതാം? ഹി എഴുതാം. ഡസൻ ഹി എന്ന് ടാഗ് എഴുതി. വി ഹാഡ് ടു ബോറോ സം മണി ടു ബൈ എ ന്യൂ ബൈക്ക്. Comma dash question mark. Option A, did we? Option B, hadn't we? Option C, didn't we? Option D, none of these. ഇവിടെ ആൻസർ ഡിഡൻറ്റ് വി ആണ്. എന്തുകൊണ്ട് നമ്മൾ ഓപ്ഷൻ സി ഡിഡൻറ്റ് വി എഴുതി? കണ്ടോ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഹാഡ് ടു വന്നു. അപ്പം ഹാഡ് ബോറോ എന്നല്ല, ഹാഡ് ടു ബോറോ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ
ഹാഡ് പ്ലസ് ടു വന്നു. അപ്പോൾ ഹാഡ് ടു എന്ന് വന്നു. സിമ്പിളായിട്ട് ഓർത്താൽ മതി. ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു എന്നാൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോ. ഹാർഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് അല്ലേ ലഭിക്കുക? സെന്റൻസ് പോസിറ്റീവ് അല്ലേ? ടാഗ് നെഗറ്റീവ് ആകണ്ടേ? ഡിഡിൻറ്റ്. പ്രോനൗൺ എന്തെഴുതി? വി എന്നെഴുതി. ഡിഡിൻറ്റ് വി ആണ് ടാഗ്. ദിസ് ഇസ് എ ഗുഡ് ബുക്ക്. ഇവിടെയൊക്കെ പ്രോനൗൺ ആണ് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ എ ഈസ് ഇൻ ദിസ്, ഓപ്ഷൻ ബി ഈസ് ഇൻ ഇറ്റ്, ഓപ്ഷൻ സി ഈസ് ഇൻ ദേ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഈസിൻറ്റ് ഇറ്റ് ആണ്. ഈസിൻറ്റ് ഇറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാ? ഈസ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. അപ്പൊ ഈസിനോടൊപ്പം എന്ത് ചേർത്തു? നോട്ട് ചേർത്തു. ഈസിൻ്റെ പ്രോനോൺ എന്തെഴുതി? ദിസിൽ തുടങ്ങിയതുകൊണ്ട് ഇറ്റ് എഴുതി. ഈസിൻ്റെ ഇറ്റ് എന്ന് ടാഗ് എഴുതി. ഈസിൻ്റെ ഇറ്റ്. അപ്പൊ ദിസിലോ ദാറ്റിലോ, ദിസിലോ ദാറ്റിലോ സെന്റൻസ് ആരംഭിച്ചാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ദിസിലും ദാറ്റിലും തുടങ്ങിയാൽ പ്രോനൗൺ എന്താണ്? ഇറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് എ ഫൈൻ സ്പീച്ച്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ വാസ് ഇൻ ദിസ്, ഓപ്ഷൻ ബി വാസ് ഇറ്റ്, ഓപ്ഷൻ സി wasn't it, ഓപ്ഷൻ ഡി doesn't it. ആൻസർ wasn't it ആണ്. wasn't it ആണ്. ഓപ്ഷൻ സി wasn't it ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ നോക്കാം. ഓക്സിലറി വെർബ് was ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. വാസിനോടൊപ്പം നോട്ട് ചേർത്തു. വാസിൻ്റെ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ദിസിലും ദാറ്റിലും സെന്റൻസ് ആരംഭിച്ചാൽ പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് ഇറ്റ് ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് വാസിന്റെ ഇറ്റ് എന്ന് ടാഗ് എഴുതി. These boys are friends, comma dash question mark. Option A isn't it, option B aren't it, option C isn't they, option D aren't they. Answer aren't they. ഓപ്ഷൻ ഡി ആറിൻ്റെ ദേ. ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഉണ്ട്, ആറ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ആറിനോടൊപ്പം നോട്ട് ചേർത്തു. ആറിൻ്റെ ഇവിടെ ദീസിൽ തുടങ്ങി. നോക്കേ, ദീസിലോ ദോസിലോ സെന്റൻസ് ആരംഭിച്ചാൽ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആയിരിക്കും. അപ്പൊ കണക്ട് ചെയ്യണേ. നേരത്തെ പറഞ്ഞ എന്താ? ദിസും ദാറ്റുമാണ്. എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. ദിസിലും ദാറ്റിലും സെന്റൻസ് ആരംഭിച്ചാൽ പ്രോനൗൺ ഇറ്റ് ആണ്. ദീസിലും ദോസിലും സെന്റൻസ് ആരംഭിച്ചാൽ പ്രോനൗൺ ദേ ആണ്. ഇവിടെ ദീസിലല്ലയോ തുടങ്ങിയത്, അതുകൊണ്ട് പ്രോനൗൺ നമ്മൾ എന്തെഴുതി? ദേ എഴുതി. യു നീഡ് ടു ഗോ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ നീഡിൻറ്റ് യു, ഓപ്ഷൻ ബി need you, option B don't you, option D do you. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡോണ്ട് യു ആണ്. ഓക്കെ, ഡോണ്ട് യു ആണ്. നീഡ് യു അല്ല, ഡോണ്ട് യു ആണ്. എങ്ങനെ? പ്രത്യേകം ശ്രദ്ധിക്കുക. നീഡ് വന്നു. ഈ നീഡ്, ഡയർ എന്നീ ഓക്സിലറീസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നീഡും ഡയറും നമ്മുടെ ഈ സെന്റൻസിൽ പോസിറ്റീവായിട്ടാണോ അതോ നെഗറ്റീവായിട്ടാണോ വന്നിരിക്കുന്നത്? ഇവിടെ നീഡും ഡയറും, അവിടെ നീഡാണ് വന്നിരിക്കുന്നത്. ഈ നീഡ് ഇവിടെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ നീഡും ഡയറും ഒക്കെ പോസിറ്റീവായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവയെ മെയിൻ വെർബായി കൺസിഡർ ചെയ്ത് ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ച് വേണം ടാഗ് എഴുതാൻ. എന്താ ഞാൻ പറഞ്ഞു വന്നത്? നീഡും ഡയറും പോസിറ്റീവായിട്ട് വരുമ്പോൾ നമ്മൾ അവയെ മെയിൻ വെർബായി കൺസിഡർ ചെയ്ത് ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ച് വേണം ടാഗ് എഴുതാൻ. ഇവിടെ നീഡ്
പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ അവയെ സ്പ്ലിറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് നോക്കേ, ഈ നീഡിനെയും ഡെയറിനെയും സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ലഭിക്കുക? നീഡും ഡെയറും ബേസ് ഫോം അല്ലേ, അതുകൊണ്ട് ഡു ആണ്. ഈ നീഡിന്റെ ഡി കണ്ടിട്ട് ആരും ഡിഡ് എഴുതല്ലേ, ബേസ് ഫോം ആണ് നീഡും ഡെയറും, അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു ആണ് ലഭിക്കുക. ഇനി നീഡ്സിനെയും ഡെയേഴ്സിനെയും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വെർബ് പ്ലസ് എസ് ഇ എസ് ഒക്കെ ഉണ്ട്, ഡെസ് എന്ന് ഓർത്തൂടെ, ഡെസ് ആണ് ലഭിക്കുക. ഇനി V2 ഫോം നീഡഡ്, ഡെയേർഡ്, നീഡഡിനെയും ഡെയേർഡിനെയും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുക? ഡിഡുമാണ് ലഭിക്കുക. അപ്പൊ നീഡും ഡെയറും വന്നാൽ ഡു എഴുതുക, നീഡ്സും ഡെയേഴ്സും വന്നാൽ ഡസ് എഴുതുക, നീഡഡും ഡെയേർഡും വന്നാൽ ഡിഡ് എഴുതുക. അപ്പം നീഡും ഡെയറും പോസിറ്റീവായിട്ട് വരുമ്പോൾ അവയെ നമ്മൾ മെയിൻ വെർബായി കൺസിഡർ ചെയ്ത് ഇതേപോലെ ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ചാണ് ടാഗ് എഴുതുക. നീഡിനെ പോസിറ്റീവായിട്ടാണ് നമ്മൾ ഇവിടെ കണ്ടത്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. നീഡ് ബേസ് ഫോം ആണ്, ഡു കിട്ടി, ഡു എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം, ഡോണ്ട് എന്ന് എഴുതി. പ്രോനോൺ എന്തെഴുതി? യുവിലാണ് ആരംഭിച്ചത്, യു എഴുതി, ഡോണ്ട് യു എന്ന് ടാഗ് എഴുതി. She dares to kill him, comma dash question mark. Option A, doesn't she? Option B, does she? Option C, dares she? Option D, daren't she? Okay, she dares to kill him എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് doesn't she എന്ന് എഴുതാം. എന്തുകൊണ്ട്? ഇവിടെ ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഉണ്ട്, ഡെയേഴ്സ് ആണ്. ഈ ഡെയേഴ്സ് ഇവിടെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നീഡും ഡെയറും ഒക്കെ പോസിറ്റീവായിട്ട് വരുമ്പോൾ നമ്മൾ അവയെ മെയിൻ വെർബായിട്ട് അങ്ങ് കൺസിഡർ ചെയ്ത് ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ചാണ് ടാഗ് എഴുതുക. ഡെയേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാ പറഞ്ഞത്? ഡസ് കിട്ടുമെന്നല്ലയോ? ഡെയേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് ആണ് ലഭിക്കുക. അപ്പൊ നമ്മൾ ഡസ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് അല്ലേ, ടാഗ് നെഗറ്റീവ് ആകണ്ടേ? പോസിറ്റീവ് ആയതുകൊണ്ടല്ലേ സ്പ്ലിറ്റ് ചെയ്തത്. ഡസിൻ്റെ എന്ന് എഴുതി. പ്രോനോൺ എന്തെഴുതി? ഷീ എഴുതി. ഡസിൻ്റെ ഷീ. They needed to play tennis, comma dash question mark. Option A, needn't they? Option B, need they? Option C, didn't they? Option D, did they? ആൻസർ എന്താ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിക്കാണുമല്ലോ. ഡിഡൻറ്റ് ദേ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെയും നീഡഡ് വന്നു. നീഡും ഡെയറും ഒക്കെ പോസിറ്റീവായിട്ട് വന്നാൽ നമ്മൾ അവയെ മെയിൻ വെർബായി കൺസിഡർ ചെയ്ത് ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ചാണ് ടാഗ് എഴുതുക. ഇവിടെ നീഡഡ് അല്ലയോ വന്നത്? നീഡഡിനെ ഡെയേർഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഡിഡ് അല്ലേ കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? നീഡഡിനെ സ്പ്ലിറ്റ് ചെയ്തു, ഡിഡ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ഡിഡിനോടൊപ്പം നോട്ട് ചേർത്തു, ഡിഡിൻറ്റ്. പ്രോനോൺ എന്തെഴുതി? ദേ എഴുതി. ഡിഡിൻറ്റ് ദേ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പം നീഡ്, ഡെയർ എന്നീ ഓക്സിലറി വെർബ്സ് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവയെ മെയിൻ വെർബായി കൺസിഡർ ചെയ്ത് ഡസ്, ഡു, ഡിഡ് എന്നിവയായി വിഭജിച്ച് ടാഗ് എഴുതുക. നീഡും ഡെയറും വന്നാൽ ഡു എഴുതാം, നീഡ്സും ഡെയേഴ്സും വന്നാൽ ഡസ് എഴുതാം, നീഡഡും ഡെയേർഡും വന്നാൽ ഡിഡ് എഴുതാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ എഴുതും? ഹി നീഡിൻറ്റ് ബൈ എ കാർ, comma dash question mark. Option A, did he? Option B, need he? Option C, do he? Option C, dare he? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നീഡ് ഹി ആണ്. ഓക്കെ, നീഡ് ഹി. ഓപ്ഷൻ ബി നീഡ് ഹി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നമ്മൾ നീഡ് ഹി എന്ന ആൻസറിലോട്ട് പോയി നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ? എന്തുകൊണ്ട് ഡു ഹി എഴുതിയില്ലെന്ന് തോന്നത്തില്ലയോ? നേരത്തെ നമ്മൾ വ്യക്തമായി പറഞ്ഞു, നീഡും ഡെയറും ആ ഓക്സിലറി വെർബുകൾ പോസിറ്റീവായിട്ട് വരുമ്പോഴാണ് നമ്മൾ അവയെ മെയിൻ വെർബായി കൺസിഡർ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇവിടെ നീഡ് എങ്ങനെയാ വന്നേക്കുന്നത്? നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നീഡും ഡെയറും ഒക്കെ നെഗറ്റീവായിട്ട് വന്നാൽ നമുക്ക് അവയുടെ പോസിറ്റീവ് ടാഗ് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പം നീഡ് ഹി എന്ന് ടാഗ് എഴുതി. നീഡും ഡെയറും ഒക്കെ നെഗറ്റീവായിട്ട് വന്നാൽ പോസിറ്റീവ് ടാഗ് അങ്ങ് എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കേ. ഹി ഡെയർ നോട്ട് കം ഹിയർ, comma dash question mark. Option A, dare he. Option B, do he.
ഓപ്ഷൻ സി ഡസ് ഹി, ഓപ്ഷൻ ഡി ഡയറിൻറ്റ് ഹി. എളുപ്പമില്ലയോ? ഡയർ ഹി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഡയർ നോട്ട് എന്ന് വന്നു, സെന്റൻസിൽ ഡയർ നെഗറ്റീവായിട്ട് വന്നു. പോസിറ്റീവ് ടാഗ് എഴുതിയാൽ മതി, ഡയർ ഹി എന്ന് ടാഗ് എഴുതി. The bag is not good, comma dash question mark. Option A, isn't it? Option B, is it? Option C, do it. Option D, is they. Correct answer എന്ന് പറയുന്നത് isn't it ആണ്. it ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. എന്തുകൊണ്ട്? The bag is not good. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാ? ഈസ് എഴുതി. സെന്റൻസ് എന്താ? പോസിറ്റീവ് ആണ്. ടാഗ് എന്താകണം? നെഗറ്റീവ് ആകണം. ഈസിൻ്റെ എന്ന് എഴുതി. പ്രോനോൺ നമുക്ക് ദ ബാഗ് എന്ന് വന്നതുകൊണ്ട് എന്തെഴുതാം? ഇറ്റ് എഴുതാം. ദ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താ? ബാഗിന് ജീവനുണ്ടോ? ഇല്ല, അത് നോൺ ലിവിങ് തിങ് ആണ്. അപ്പോൾ ഒരു നോൺ ലിവിങ് തിങ് വരുമ്പോൾ, ഒരു നോൺ ലിവിങ് തിങ് സിംഗുലർ ആണെങ്കിൽ, ഒരു നോൺ ലിവിങ് തിങ് വരുമ്പോൾ ആ നോൺ ലിവിങ് തിങ് എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. അപ്പോൾ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കാം ഉപയോഗിക്കുക? നോൺ ലിവിങ് തിങ് പ്ലൂറൽ ആണെങ്കിൽ ദേയുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു നോൺ ലിവിങ് തിങ്, ജീവനില്ലാത്ത വസ്തുക്കൾ വരുമ്പോൾ അത് സിംഗുലർ ആണെങ്കിൽ ഇറ്റ് എഴുതുക, പ്ലൂറൽ ആണെങ്കിൽ ദേ എഴുതുക. ദ ബാഗ് ഈസ് നോട്ട് ഗുഡ് എന്നാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് ഈസ് ആണ്. ഈസ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ഈസിനോടൊപ്പം നോട്ട് ചേർത്തു. ഈസിൻ്റെ നോൺ ലിവിങ് തിങ് ദ ബാഗ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഇറ്റ് എഴുതി. ഈസിൻ്റെ ഇറ്റ് ആണ് റൈറ്റ് ആൻസർ. The clothes are very good, comma dash question mark. Option A, aren't it? Option B, don't it? Option C, aren't they? Option D, don't they? Answer aren't they ആണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ആറാണ്. നമ്മൾ ആ ആറിനെ എഴുതി. സെന്റൻസിൽ നെഗറ്റീവ് വേർഡുകളൊന്നുമില്ല, സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആകണം. ആറിനോടൊപ്പം നോട്ട് ചേർത്തു. ആറിൻ്റെ പ്രോനോൺ എന്തെഴുതിയത്? ക്ലോത്ത്സ് ആണ്. നോൺ ലിവിങ് തിങ് എന്താകുന്നു? പ്ലൂറൽ ആകുന്നു. നോൺ ലിവിങ് തിങ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ദേ ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? ആറിൻ്റെ ദേ എന്നെഴുതി. ഇത് ശ്രദ്ധിക്കുക. ഈ നോൺ ലിവിങ് തിങ് സിംഗുലർ വരുമ്പോഴും പ്ലൂറൽ വരുമ്പോഴും കുട്ടികൾ ഇറ്റ് തന്നെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വ്യക്തമായിട്ട് തറപ്പിച്ചങ്ങ് പഠിച്ചേക്കുക. നോൺ ലിവിങ് തിങ് സിംഗുലർ ആണെങ്കിൽ ഇറ്റ് എഴുതുക, പ്ലൂറൽ ആണെങ്കിൽ ദേ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചൈൽഡ് ഈസ് ഹാപ്പി, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ, ഈസിൻറ്റ് ഇറ്റ്. ഓപ്ഷൻ ബി, ഈസിൻറ്റ് ദേ. ഓപ്ഷൻ സി, ഈസ് ദേ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? ദ ചൈൽഡ് ഈസ് ഹാപ്പി. ഇവിടെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ടുണ്ട്. ഈസ് എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. നോട്ട് എഴുതി. ഈസിൻ്റെ ദ ചൈൽഡ് വന്നു. ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ പ്രോനോൺ നമുക്ക് ഇറ്റ് എഴുതാം. ബേബി അല്ലെങ്കിൽ ചൈൽഡ്. ബേബിയോ ചൈൽഡോ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ പ്രോനൗൺ നമ്മൾ എന്തെഴുതും? ക്വസ്റ്റ്യൻ ആയിലെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്തെഴുതും? ഇറ്റ് എഴുതും. അതുകൊണ്ട് ഈസിൻറ്റ് ഇറ്റ് എന്ന് ടാഗ് എഴുതി. ദ ചൈൽഡ് ഈസ് ഹാപ്പി, ഈസിൻറ്റ് ഇറ്റ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചിൽഡ്രൻ ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ എന്തെഴുതും? ചിൽഡ്രൻ. അപ്പോൾ പ്ലൂറൽ എഴുതാം കേട്ടോ. അപ്പോൾ ദേ എഴുതാം. അപ്പോൾ ബേബിയോ ചൈൽഡോ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ പ്രോനൗൺ ഇറ്റ് എഴുതാം. ചിൽഡ്രൻ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ പ്രോനൗൺ ദേയും എഴുതാം. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ. നോക്കേ, ആർ ദേ. ഓപ്ഷൻ ബി, ആറിൻറ്റ് ദേ. ഓപ്ഷൻ സി, ആർ ഇറ്റ്. ഓപ്ഷൻ ഡി, ആറിൻറ്റ് ഇറ്റ്. ഇവിടെ ആൻസർ ആറിൻറ്റ് ദേ ആണ്. ഓപ്ഷൻ ബിയിലാണ് ആറിൻറ്റ് ദേ. ആറിൻറ്റ് ദേ. ഓപ്ഷൻ ബി, ആറിൻറ്റ് ദേ ആണ് ആൻസർ. ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ടുണ്ട് ആറ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ആറിനോടൊപ്പം നോട്ട് ചേർത്തു. ആറിൻ്റെ ചിൽഡ്രൻ വന്നു. അവിടെ പ്ലൂറൽ പ്രോനോൺ എഴുതുക. ചിൽഡ്രൻ വന്നതുകൊണ്ട് ദേ എന്ന് പ്രോനോൺ കൊടുക്കുക. ആറിൻ്റെ ദേ എന്ന് ടാഗ് എഴുതി.
Children hardly ever speak English, comma dash question mark. Option A, does they? Option B, did they? Option C, don't they? Option D, do they? ഇവിടുത്തെ ആൻസർ ഡു ദേ ആണ്. എന്തുകൊണ്ട്? ഇവിടെ ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഇല്ല. ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. ഇവിടുത്തെ മെയിൻ വെർബ് സ്പീക്ക് ആണ്. സ്പീക്ക് എന്ന് പറയുമ്പോൾ ബേസ് ഫോം ആണ്. ഡു പ്ലസ് സ്പീക്ക് ആണ് സ്പീക്ക്. ഡു കിട്ടി. ഓക്കെ, നമ്മൾ ഡു എഴുതി. സെൻറ്റൻസിൽ ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ട്. ഈ ഹാർഡ്ലി, ബെയർലി, റയർലി ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് വേർഡുകൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ നെഗറ്റീവ് വേർഡാണെന്ന് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാതിരിക്കാം. അപ്പോൾ ഹാർഡ്ലി, ബെയർലി, റയർലി, സെൽഡം ഒക്കെ എന്താ നെഗറ്റീവ് വേർഡുകളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനൊരു നെഗറ്റീവ് വേർഡ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെൻറ്റൻസ് പോസിറ്റീവ് ആകണം. നോട്ട് നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ഡു, ചിൽഡ്രൻ വന്നാൽ പ്രോനൗൺ ദേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡു ദേ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. He used to play cricket, comma dash question mark. Option A, did he? Option B, didn't he? Option C, used to he? Option D, none of these. ഇവിടെ didn't he ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഒന്നുമില്ല, ഇവിടെ യൂസ്ഡ് ടു വന്നില്ലയോ. നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ. യൂസ്ഡ് ടു വന്നാൽ ടാഗ് എന്താണ്? ഡിഡിൻ്റ് ആണ്. യൂസ്ഡ് ടു വന്നാൽ ടാഗ് ഡിഡിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യൂസ്ഡ് ടു വന്നു, ഡിഡിൻ്റ്, പ്രോനൗൺ എന്ത് എഴുതാം? ഹി എഴുതാം. ഇനി ഷീ യൂസ്ഡ് ടു എന്നായിരുന്നെങ്കിലോ ഡിഡിൻ്റ് ഹി എന്ന് എഴുതാം. ദേ ആയിരുന്നെങ്കിലോ ഡിഡിൻ്റ് ദേ എന്ന് എഴുതാം. യു ആയിരുന്നെങ്കിലോ ഡിഡിൻ്റ് യു എന്ന് എഴുതാം. അപ്പോൾ യൂസ്ഡ് ടു വന്നാൽ ഡിഡിൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇനി തരുന്നത്. ഹി ഈസ് ടു ടയേർഡ്, comma dash question mark. Option A, isn't he? Option B, is he? Option C, shall we? Option D, none of these. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് isn't he ആണ്. ഇവിടെ എന്താ ഡൗട്ട് വരുന്നത്? ഈ ടു കണ്ടു. അപ്പോൾ ഈ ടൂവും ടു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കയറി വരാറുണ്ട്. അപ്പോൾ ടൂവും കാണുമ്പോൾ ഇതിലേതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ് എന്നാണ് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവുക. ഇതിലേതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്? ഈ ടു എന്ന് പറയുമ്പോൾ അതെന്താകുന്നു? പോസിറ്റീവ് ആകുന്നു. ടു പോസിറ്റീവാണ്, ടു എന്താണ്? നെഗറ്റീവാണ്. ഇതും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇതും നമുക്ക് തിരിഞ്ഞു പോകാം. ടു ആണോ പോസിറ്റീവ്, ടു ആണോ പോസിറ്റീവ് എന്ന ഡൗട്ട് വരാം. അപ്പോൾ നമ്മളൊരു ട്രാഫിക്കിലൊക്കെ കിടക്കുക. എന്തായാലും ഫ്രണ്ടിലുള്ള വണ്ടി പോയെങ്കിലേ നമുക്ക് ബാക്കിലുള്ള വണ്ടിക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ എന്താ അത് അറിയാമെങ്കിലും ഇപ്പോൾ റെയിൽവേ ഗേറ്റിലാണെങ്കിൽ പോലും ചുമ്മാ അതങ്ങ് ഹോൺ അടിക്കും. ഒരു ഹോണൊക്കെ അടിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. ഒരു ഹോൺ അടിച്ചാൽ എന്താ അത് പോസിറ്റീവാണ്. പിന്നെയും കടന്നങ്ങ് ഹോൺ അടിക്കുകയാണ്. ടു എന്ന് ഹോൺ അടിക്കുമ്പോൾ നമുക്കത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, ഇല്ലയോ? ഇനി മറക്കത്തില്ലല്ലോ. ഒരു ഹോൺ അടിച്ചാൽ പോസിറ്റീവ്, ടു എന്ന് ഹോൺ അടിച്ചുകൊണ്ടിരുന്നാൽ എന്താ? നെഗറ്റീവാണ്. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചെങ്കിൽ ഇരിക്കത്തുള്ളൂ കേട്ടോ, മനസ്സിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ടു പോസിറ്റീവാണ്, ടു നെഗറ്റീവാണ്. ഇവിടെ ടു വന്നു, പോസിറ്റീവാണ്. അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആകണം. ഈസിനോടൊപ്പം നോട്ട് ചേർക്കുക. ഈസിൻ്റെ പ്രോനോൺ എന്തെഴുതി? ഹി എന്ന് എഴുതി. അപ്പോൾ ടു പോസിറ്റീവ്, ടു നെഗറ്റീവ്. കണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് കണ്ടോ? ഓക്കെ. The baby is crying, comma dash question mark. Option A, isn't they? Option B, isn't it? Option C, is they? Option D, is it? ഇതിന് എക്സ്പ്ലനേഷൻ നമ്മൾ തന്നു കഴിഞ്ഞതാണ്. ബേബിയും ചൈൽഡും വന്നാൽ പ്രോനോൺ നമുക്ക് എന്തെഴുതാം? ഇറ്റ് എഴുതാമെന്ന് പറഞ്ഞു. ഇവിടെ ഓക്സിലറി വെർബ് ഈസ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആകണം. ഈസിൻ്റെ പ്രോനോൺ ദ ബേബി വന്നു, അതുകൊണ്ട് ഇറ്റ് എഴുതി. ഈസിൻ്റെ ഇറ്റ് ആണ് ടാഗ്. ആ ടുവിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഹി ഈസ് ടു വീക്ക് ടു ക്യാരി ദിസ് ബോക്സ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഈസ് ഹി. ഓപ്ഷൻ ബി ഈസ് ഹി. ഓപ്ഷൻ സി വോണ്ട് ഹി. ഓപ്ഷൻ ഡി വിൽ യു എന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈസ് ഹി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ടു വന്നു. അപ്പൊ ടു വന്നാൽ ടു പോസിറ്റീവാണ്, ടു നെഗറ്റീവാണ്. ടു പോസിറ്റീവാണ്, ടു നെഗറ്റീവാണ്. ഇവിടെ വന്നിരിക്കുന്നത് ടു ആണ്.
അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആകണം. ഓക്സിലറി വെർബ് ഈസ് ആണ്, സെന്റൻസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആകണം. സോ ഈസ് ഹി എന്ന് ടാഗ് എഴുതി. ഐ ആം എ ലിറ്റിൽ ലേറ്റ്. ഇവിടെ ലിറ്റിൽ ഏതിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓപ്ഷൻ എ ആറൻറ് ഐ, ഓപ്ഷൻ ബി ആം ഐ, ഓപ്ഷൻ സി കാണ്ട് ഐ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എ ലിറ്റിൽ കണ്ടു. ഈ എ ലിറ്റിൽ കണ്ടപ്പോൾ പലർക്കും ഇവിടെ ഒരു ഡൗട്ട് വന്നു. ലിറ്റിലാണോ എ ലിറ്റിലാണോ പോസിറ്റീവ് നെഗറ്റീവ് എന്ന്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലിറ്റിലും ഫ്യൂ നിങ്ങൾ കണ്ടാൽ, ഞാൻ ആദ്യം നെഗറ്റീവ് വേർഡുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നപ്പോൾ നെഗറ്റീവ് വേർഡ് എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ഞാൻ ലിറ്റിലും ഫ്യൂവും പറഞ്ഞത്. അപ്പോൾ ഈ ലിറ്റിലും ഫ്യൂവും എന്തായിരിക്കാം? ലിറ്റിലും ഫ്യൂവും നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നീട് എ ലിറ്റിലും എ ഫ്യൂ ആണെങ്കിലോ, എ ലിറ്റിലും എ ഫ്യൂ. അപ്പോൾ എ ലിറ്റിലും എ ഫ്യൂവും വന്നാൽ അതെന്തുമായിരിക്കും? അത് പോസിറ്റീവുമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. തിരിഞ്ഞു പോകരുത്. ടൂവും ലിറ്റിലും എ ലിറ്റിലും ഒന്നും തിരിഞ്ഞു പോകരുത്. ടു പോസിറ്റീവ് ആണ്, ടു നെഗറ്റീവ് ആണ്. ഇവിടെ ലിറ്റിലും ഫ്യൂവും നെഗറ്റീവ് ആണ്, എ ലിറ്റിലും എ ഫ്യൂവും പോസിറ്റീവ് ആണ്. ഒന്ന് നോക്കേ, ഇവിടെ ഓക്സിലറി വെർബ് ആം ആണ്. സെന്റൻസ് എ ലിറ്റിൽ വന്നു, സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആകണം. നമ്മൾ രണ്ടാമത്തെ റൂള് പറഞ്ഞപ്പോൾ തന്നെ ആമിൻ്റെ നെഗറ്റീവ് രൂപം ആറിൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആറിൻ്റെ പ്രോനൗൺ എന്തെഴുതി? ഐ എഴുതി. ഇവിടെ ആറിൻ്റെ ഐ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെയും തിരിഞ്ഞു പോകരുത്. ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ്, ലിറ്റിലാണോ എ ലിറ്റിലാണോ എന്നൊക്കെ ഡൗട്ട് വരും. അത് ഇങ്ങനെ ഓർത്താൽ മതി. ലിറ്റിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ നടക്കുകയാണെങ്കിൽ ലിറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്തായിരിക്കും? ലിറ്റിലിന് നെഗറ്റീവ് അടിച്ചായിരിക്കും പോകുന്നത്, അല്ലയോ? ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ നെഗറ്റീവായിട്ടായിരിക്കും. ലിറ്റിൽ ഫ്യൂ ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പം നെഗറ്റീവ് മൈൻഡോടെ ആയിരിക്കും പോകുന്നത്. എന്നാൽ ലിറ്റിലിൻ്റെ ഫ്യൂവിൻ്റെ കൂടെ എ കൂടി ഉണ്ട്. മീൻസ് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നല്ല പോസിറ്റീവായിട്ടായിരിക്കും പോകുന്നത്, അല്ലയോ? എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലും, ഒരു പട്ടി കടിക്കാൻ വന്നാൽ പോലും എന്താ, നമുക്ക് അവരെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്താം. അങ്ങനെ പോസിറ്റീവായിട്ടായിരിക്കും പോകുന്നത്. അപ്പം ലിറ്റിലും ഫ്യൂ എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. എ ലിറ്റിൽ എ ഫ്യൂ അവർ ഒറ്റയ്ക്ക് പോയാൽ നെഗറ്റീവ് അടിച്ച് പോവും. അവരുടെ കൂടെ എന്താ? എ കൂടി ഉണ്ടെങ്കിൽ, ലിറ്റിൻ്റെ കൂടെയും ഫ്യൂവിൻ്റെ കൂടെയൊക്കെ എ കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കാം? പോസിറ്റീവായിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം ലിറ്റിലും ഫ്യൂ നെഗറ്റീവാണ്, എ ലിറ്റിൽ എ ഫ്യൂ പോസിറ്റീവാണ്. തിരിഞ്ഞു പോകല്ലേ. ടു പോസിറ്റീവ്, ടു നെഗറ്റീവ്. ലിറ്റിലും ഫ്യൂവും നെഗറ്റീവ്, എ ലിറ്റിൽ എ ഫ്യൂ പോസിറ്റീവ്. They had little difficulty in winning the match. Question mark. Option A, hadn't they? Option B, had they? Option C, didn't they? Option D, did they? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാഡ് ദേ ആണ്. ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഉണ്ട് ഹാഡ്. ലിറ്റിലും ഫ്യൂവും നെഗറ്റീവ് ആണെന്ന് പഠിച്ചു. അപ്പോൾ പോസിറ്റീവ് ടാഗാണ് എഴുതുക. ദേ ആണ് പ്രോനൗൺ, ഹാഡ് ദേ എന്ന് ടാഗ് എഴുതി. Few boys came for the meeting. Option does they, option B did they, option C will you, option D didn't they. Answer did they ആണ്. ഇവിടെ ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഇല്ല. മെയിൻ വെർബ് came ആണ്. came എന്നാണ്. മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? V2 ആണ് came എന്ന് പറയുന്നത്. V2 ആയതുകൊണ്ട് നമുക്ക് ഡിഡ് ലഭിച്ചു. ഓക്കെ, ഡിഡ് എഴുതി. സെന്റൻസിൽ ഫ്യൂ കിടപ്പുണ്ട്, നെഗറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് എഴുതണം, ഡിഡ് ദേ എന്ന് ടാഗ് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. ഓപ്ഷൻ എ ഹാവ് ഐ, ഓപ്ഷൻ ബി ഹാവിൻറ്റ് ഐ, ഓപ്ഷൻ സി ഡു ഐ, ഓപ്ഷൻ ഡി ഡസൻറ്റ് ഐ. നമുക്ക് നോക്കാം. ഇവിടെ ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഉണ്ട്, ഹാവ് ആണ്. സെന്റൻസിൽ എ ഫ്യൂ എന്നാണ് വന്നിരിക്കുന്നത്. എ ഫ്യൂ എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആകണം. ഹാവിനോടൊപ്പം നമ്മൾ നോട്ട് ചേർക്കുന്നു. ഹാവിൻ്റെ പ്രോനോൺ എന്തെഴുതി? ഐ എഴുതി. ഹാവിൻ്റെ ഐ ആണ് കറക്റ്റ് ആയിട്ടുള്ള ടാഗ്. ഓക്കെ, ലിറ്റിലും ഫ്യൂവും
നെഗറ്റീവ് ആണ്. എ ലിറ്റിലും എ ഫ്യൂവും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ട് വന്നതുകൊണ്ടാണ് നെഗറ്റീവ് ടാഗ് ഹാവിൻ്റെ ഐ എന്ന് നമ്മൾ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സം ഓഫ് അസ് ഈറ്റ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഡോൺ വി, ഓപ്ഷൻ ബി ഡോണ്ട് അസ്, ഓപ്ഷൻ ബി സി ഡോൺ ദേ, ഓപ്ഷൻ ഡി ഡോൺ യു. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡോണ്ട് വി ആണ്. ഡോൺ വി, ഓപ്ഷൻ എ ഡോൺ വി ആണ്. നോക്കുക, ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഈറ്റ് ആണ്. ഈറ്റ് എന്ന് പറയുമ്പോൾ അത് ബേസ് ഫോം ആണ്. ബേസ് ഫോം ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതി? ഡു എഴുതി. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആകണം. ഡൂവിനോടൊപ്പം നോട്ട് ചേർത്തു, ഡോണ്ട്. ഇവിടെ അസ് വന്നു, സം ഓഫ് അസ് വന്നു, സം ഓഫ് അസ്, നൺ ഓഫ് അസ്, എനി ഓഫ് അസ്, ഓൾ ഓഫ് അസ്, എവരി വൺ ഓഫ് അസ്, നെയ്തർ ഓഫ് അസ്, എയ്തർ ഓഫ് അസ്, ഇങ്ങനെയൊക്കെ വന്നാൽ, ഇങ്ങനെ അസ് എന്നും പറഞ്ഞ് വന്നാൽ പ്രോനോൺ നമുക്ക് എന്തെഴുതാം? വി എന്ന് എഴുതാം. അപ്പം ഡോൺ വി ആണ്. അപ്പൊ സം ഓഫ് അസ്, നൺ ഓഫ് അസ്, എനി ഓഫ് അസ്, ഓൾ ഓഫ് അസ്, എവരി വൺ ഓഫ് അസ്, മോസ്റ്റ് ഓഫ് അസ്, നെയ്തർ ഓഫ് അസ്, എയ്തർ ഓഫ് അസ്, ഇവയിലൊക്കെ സെന്റൻസ് ആരംഭിച്ചാൽ പ്രോനോൺ ഓഫ് ദ സബ്ജക്റ്റ് അഥവാ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ വി ആണ് ഉപയോഗിക്കുക. വി ആണ് ഉപയോഗിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഡോൺ വി എന്ന് ടാഗ് എഴുതിയത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, നെയ്തർ ഓഫ് യു വർക്ക്സ് ഹാർഡ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഡസൻറ്റ് യു ഉണ്ട്, ഡോൺ യു ഉണ്ട്, ഡു യു ഉണ്ട്, ഡു ദേ ഉണ്ട്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡു യു ആണ് കേട്ടോ. ഡു യു ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തു. വർക്ക്സിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡസ് ആണ് കിട്ടുക. ഡസ് പ്ലസ് വർക്കാണ് വർക്ക്സ്. ഡസ് പ്ലസ് വർക്കാണ് വർക്ക്സ്. അല്ലെങ്കിൽ വെർബിനോടൊപ്പം എസ് അഥവാ ഇ എസ് ഉണ്ടെങ്കിൽ ഡസ്. അപ്പോൾ നമുക്ക് ഡസ് കിട്ടി. സെന്റൻസിൽ നെയ്തർ ഉണ്ട്. സെന്റൻസ് അപ്പോൾ നെയ്തർ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ടാഗ് എഴുതണം. നെയ്തർ ഓഫ് യു എന്ന് വന്നു. നെയ്തർ ഓഫ് യു എന്ന് വന്നാൽ പ്രോനോൺ നമുക്ക് യു തന്നെ എഴുതാം. അപ്പൊ ഇവിടെ നോക്കേ, മാച്ച് ആണോ? പ്രോനോൺ യു, സെക്കൻഡ് പേഴ്സൺ യുവിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ പ്ലൂറൽ പ്രോനോൺ ആണ്. ഡസ് സിംഗുലർ ആണ്, ഡു പ്ലൂറൽ ആണ്. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് സിംഗുലറുമാണ്. അപ്പൊ പ്ലൂറൽ പ്രോനോണും സിംഗുലർ ഓക്സിലറി വെർബും വന്നു. പ്രോനൗണിനെ ഇവിടെ നിലനിർത്തിയിട്ട് ഓക്സിലറി വെർബിനെ അങ്ങ് എന്താക്കി മാറ്റി? പ്ലൂറൽ ആക്കി മാറ്റി. ഡു യു ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വന്നത്? നെയ്തർ ഓഫ് യു ആണ് വന്നത്. അപ്പൊ സം ഓഫ് യു, നൺ ഓഫ് യു, എനി ഓഫ് യു, നെയ്തർ ഓഫ് യു, ഓൾ ഓഫ് യു, ഇങ്ങനെ യു ഓഫ് യു ഇങ്ങനെ വന്നാൽ, സം ഓഫ് യു, മോസ്റ്റ് ഓഫ് യു, പ്ലെന്റി ഓഫ് യു, നെയ്തർ ഓഫ് യു, അങ്ങനെയൊക്കെ വന്നാൽ പ്രോനൗൺ ആയിട്ട് നമുക്ക് എന്ത് തന്നെ എഴുതാം? യു എഴുതാം. അസ് എന്നും പറഞ്ഞ് വരുമ്പോൾ വി എഴുതുന്നു. യു എന്നും പറഞ്ഞ് വരുമ്പോൾ യു തന്നെ എഴുതുന്നു. ഓപ്പൺ ദ ഡോർ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ വിൽ യു, ഓപ്ഷൻ ബി കാണ്ട് യു, ഓപ്ഷൻ സി ഷോൾ വി, ഓപ്ഷൻ ഡി ഡസ് യു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് എങ്ങനെയുള്ള, ഇവിടുത്തെ ആൻസർ വിൽ യു ആണ്. അത് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതെങ്ങനെയുള്ള ഒരു സെന്റൻസ് ആണ്? ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാക്കിയെല്ലാം സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു പാറ്റേണിലൊക്കെ അല്ലേ നമ്മുടെ സെന്റൻസുകൾ കിടന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് നിങ്ങൾ എന്താണ്? ഇവിടെ ഓപ്പൺ എന്ന ഒരു വെർബിൽ തുടങ്ങുന്ന ഒരു സെന്റൻസിനെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. മീൻസ് ഇത് എങ്ങനെയുള്ള സെന്റൻസ് ആകുന്നു? ഇത് ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആകുന്നു. അപ്പോൾ ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? എ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് എ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, അഡ്വൈസ് ഓർ എ വാർണിംഗ് ഈസ് കാൾഡ് ആൻ ഇമ്പരറ്റീവ് സെന്റൻസ്. ആജ്ഞ, അപേക്ഷ, നിർദ്ദേശം, ഉപദേശം, ആശംസ, ഇവയൊക്കെയാണ് ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് സൂചിപ്പിക്കുക. റിക്വസ്റ്റോ, കമാൻഡോ, ഓർഡറോ, അഡ്വൈസോ, ആജ്ഞയോ, അപേക്ഷയോ, നിർദ്ദേശമോ, ഉപദേശമോ, ആശംസയോ, ഇവയൊക്കെ സൂചിപ്പിക്കുന്ന തരം സെന്റൻസുകളെയാണ് ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് കണ്ടാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം? ആജ്ഞ, അപേക്ഷയൊക്കെ ആണെങ്കിൽ ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എന്തിലൊക്കെ തുടങ്ങും?
ഒരു വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്താൽ അത്തരം സെന്റൻസുകളെ നമുക്ക് വിളിക്കാം ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന്. ഓപ്പൺ ദ ഡോർ, അത് ഒരു ഓപ്പൺ തുറക്കുക. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്, ഗെറ്റ് ഔട്ട്, ഇതൊക്കെ എന്താ വെർബിൽ തുടങ്ങുന്ന തരം സെന്റൻസുകളാണ്. അപ്പോൾ ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ വിൻഡോ, ഇവിടെ ഓപ്പൺ ക്ലോസ് ഇങ്ങനെയുള്ള വെർബുകളിലൊക്കെ തുടങ്ങി അങ്ങനെ ഒരു വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അത്തരം സെന്റൻസുകളെ നമുക്ക് ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ വെർബിൽ മാത്രമല്ല തുടങ്ങുക, പ്ലീസിൽ തുടങ്ങുന്ന തരം സെന്റൻസുകളും ഇമ്പരറ്റീവ് സെന്റൻസുകളാകാറുണ്ട്. കൈൻഡ്ലിയിൽ തുടങ്ങുന്ന തരം സെന്റൻസുകളും ഇമ്പരറ്റീവ് സെന്റൻസ് തന്നെയാണ്. അതേപോലെ ഡോണ്ടിൽ അല്ലെങ്കിൽ ഡു നോട്ടിൽ ആരംഭിക്കുന്ന തരം സെന്റൻസുകളും ഇമ്പരറ്റീവ് സെന്റൻസ് തന്നെയാണ്. ലെറ്റിൽ തുടങ്ങുന്ന തരം സെന്റൻസുകളും ഇമ്പരറ്റീവ് സെന്റൻസുകളാണ്. ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ വിൻഡോ, ഇതൊക്കെ ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് വെർബിൽ തുടങ്ങി. പ്ലീസിൽ തുടങ്ങുന്നതോ പ്ലീസ് ഗിവ് മീ എ പെൻ, ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. കൈൻഡ്ലി തുടങ്ങുന്നതോ കൈൻഡ്ലി ഗിവ് മീ എ ലിഫ്റ്റ്, ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഡോണ്ടിൽ തുടങ്ങുന്നതോ ഡോണ്ട് ക്രിയേറ്റ് എ പ്രോബ്ലം, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, അതൊക്കെയും ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ലെറ്റിൽ തുടങ്ങുന്നതോ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഇതൊക്കെ ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ ഇവയിലൊക്കെ തുടങ്ങുന്ന തരം ആജ്ഞ, അപേക്ഷ, നിർദ്ദേശ, ഉപദേശം അങ്ങനെ സൂചിപ്പിക്കുന്ന ഇത്തരം സെന്റൻസുകളൊക്കെ എന്താണ് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? എന്തൊക്കെയാണ് ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗുകൾ? വിൽ യു, വോണ്ട് യു, കാണ്ട് യു, അതേപോലെ ഷോൾ വി, ഇതൊക്കെ ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗുകളാണ്. അപ്പൊ ഇവിടെ വില്യു ആണ് ആൻസർ. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വില്യു എന്ന ആൻസർ എഴുതി? ഇത് എങ്ങനെയുള്ള ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആകുന്നു? ഇതൊരു സിമ്പിൾ റിക്വസ്റ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു സിമ്പിൾ റിക്വസ്റ്റ് ആണ്, ഒരു ലളിതമായ അഭ്യർത്ഥനയാണ്. ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് വരുമ്പോൾ അതൊരു സിമ്പിൾ റിക്വസ്റ്റ് ആണെങ്കിൽ മീൻസ് അതൊരു ലളിതമായ അഭ്യർത്ഥനയാണെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടാഗ് എന്ത് തന്നെ എഴുതത്തോളൂ? വില്യു എന്ന് തന്നെ എഴുതത്തോളൂ. അപ്പോൾ ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് തരുമ്പോൾ അത് ഇത്തരത്തിൽ ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണെങ്കിൽ, ഒരു ലളിതമായ അഭ്യർത്ഥനയാണെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ ടാഗ് എന്ത് എഴുതുക? വില്യു എന്ന് എഴുതുക. പ്ലീസ് ഗിവ് മീ എ പെൻ, അതും എന്താ പ്ലീസിൽ തുടങ്ങിയ ഒരു സെന്റൻസ് ആണ്. ഇതും ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ ഓപ്ഷനിലും വോണ്ടി ഉണ്ട്, കാണ്ടി ഉണ്ട്, വില്ലി ഉണ്ട്, നൺ ഓഫ് ദിസ് ഉണ്ട്. ഇത് മൂന്നും ഇമ്പരറ്റീവ് സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ്. പ്ലീസ് ഗിവ് മീ എ പെൻ അതൊരു സിമ്പിൾ റിക്വസ്റ്റ് ആണ്, ലളിതമായ ഒരു അഭ്യർത്ഥനയാണ്. അവിടെ നമുക്ക് ടാഗ് വില്യു എന്ന് ഉപയോഗിക്കാം. ഓക്കെ ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പ്ലീസിൽ തുടങ്ങുന്ന ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് അതെല്ലായ്പ്പോഴും വില്യു എന്ന് മാത്രമായിരിക്കും. പ്ലീസിൽ തുടങ്ങുന്ന ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എല്ലായ്പ്പോഴും വില്യു എന്ന് മാത്രമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. കൈൻഡ്ലി ഗിവ് മീ എ ലിഫ്റ്റ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ വോണ്ട് യു, ഓപ്ഷൻ ബി വിൽ യു, ഓപ്ഷൻ സി കാണ്ട് യു, ഓപ്ഷൻ ഡി ഷോൾ വി. ആൻസർ വില്യു ആണ്. ഓപ്ഷൻ ബി വില്യു ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കൈൻഡ്ലി ഗിവ് മീ എ ലിഫ്റ്റ് അതും എന്താ ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇതും ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണ്. ഒരു ലിഫ്റ്റ് ചോദിക്കുന്നു, അതും ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കൈൻഡ്ലിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ പ്ലീസിലും കൈൻഡ്ലിയിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ടാഗ് എന്ന് പറയുന്നത് വില്യു എന്ന് മാത്രമായിരിക്കും. അപ്പൊ നേരത്തെ തുടങ്ങിയില്ലയോ, അത് പ്ലീസിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പ്ലീസിൽ സ്റ്റാർട്ട് ചെയ്താലും കൈൻഡ്ലിയിൽ സ്റ്റാർട്ട് ചെയ്താലും അത്തരം ഇമ്പരറ്റീവ് സെന്റൻസുകളുടെ ടാഗ് എന്ന് പറയുന്നത് വില്യു എന്ന് മാത്രമാണ് ഉപയോഗിക്കുക. അതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതും തന്നിരിക്കുന്നത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ വില്യു, ഓപ്ഷൻ ബി കാണ്ട് യു, ഓപ്ഷൻ സി ഷോൾ വി, ഓപ്ഷൻ ഡി
വോണ്ട് യു എന്നിവയാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, വിൽ യു ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഇതും എന്താണ്, ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇത് എങ്ങനെയുള്ള ഇമ്പരറ്റീവ് സെന്റൻസ് ആകുന്നു? ഇതൊരു നെഗറ്റീവ് ഇമ്പരറ്റീവ് സെന്റൻസ് ആകുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ടാഗ് എല്ലായ്പ്പോഴും വിൽ യു എന്ന് മാത്രമാണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുക. നമുക്കൊരു ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ടാഗ് എഴുതാൻ തരുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടാഗ് വിൽ യു എന്ന് മാത്രമാണ് ഉപയോഗിക്കുക. ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് അത് പ്ലീസിലോ കൈൻഡ്ലിയിലോ ആരംഭിക്കുന്ന ഇമ്പരറ്റീവ് സെന്റൻസുകളാണെങ്കിൽ അവയുടെ ടാഗ് എല്ലായ്പ്പോഴും വിൽ യു എന്ന് മാത്രമായിരിക്കും. ഒരു നെഗറ്റീവ് ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ടാഗും എന്ത് തന്നെ, വിൽ യു എന്ന് മാത്രമായിരിക്കും. ഇത് നോക്കേ, കോൾ ദ പോലീസ്. അപ്പൊ കോൾ ദ പോലീസ് എന്ന് പറയുമ്പോൾ അതെന്താകുന്നു? അതൊരു അർജൻസി സ്വഭാവമുള്ള ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. കോൾ ഒരു വെർബാണ്, ഒരു വെർബിൽ തുടങ്ങി, ഇതും ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. കോൾ ദ പോലീസ് അതൊരു തീവ്രമായ അഭ്യർത്ഥനയല്ലേ? ഇപ്പൊ നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ മാല ഒരു കള്ളൻ വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോകുന്നു, നമ്മൾ എന്താ പറയുക? കോൾ ദ പോലീസ്, കോൾ ദ പോലീസ് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ച് പറയല്ലേ? അപ്പോൾ അത് എന്തായിരിക്കാം? അത് ഒരു അർജൻസി സ്വഭാവം കാണിക്കുന്ന അഭ്യർത്ഥനയാകുന്നു, തീവ്രമായ അഭ്യർത്ഥനയാകുന്നു. അങ്ങനെ തിടുക്ക സ്വഭാവം കാണിക്കുന്ന, അർജൻസി കാണിക്കുന്ന തരം റിക്വസ്റ്റുകളൊക്കെ വന്നാൽ, അഭ്യർത്ഥനകളൊക്കെ വന്നാൽ അവിടെ ടാഗ് എന്ന് പറയുന്നത് വോണ്ട് യു ആണ് കേട്ടോ, വോണ്ട് യു ആണ്. അപ്പൊ നോക്കിയേ, സിമ്പിൾ റിക്വസ്റ്റ് വന്നാൽ ടാഗ് വിൽ യു ആണ്. തീവ്രമായ അഭ്യർത്ഥനകൾ വന്നാൽ ടാഗ് വോണ്ട് യു ആണ്. തീവ്രമായ അഭ്യർത്ഥനകൾ മാത്രമല്ല കേട്ടോ, തീവ്രമായ അഭ്യർത്ഥനകൾ മാത്രമല്ല, അതായത് അർജൻസി സ്വഭാവം കാണിക്കുന്ന അഭ്യർത്ഥനകൾ മാത്രമല്ല, സജഷൻസ് വന്നാലും, ഓക്കെ, സജഷൻസ് വന്നാലും ടാഗ് വോണ്ട് യു എന്നാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും സജഷൻ, ബി കെയർഫുൾ വെൻ യു ഗെറ്റ് ഇൻ എ പ്ലെയിൻ, വോണ്ട് യു, അങ്ങനെയൊക്കെയുള്ള സജഷൻസ് ഒക്കെ പറയുമ്പോഴും നമുക്ക് വോണ്ട് യു എന്ന് ടാഗ് ഉപയോഗിക്കാം. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന ചില സിമ്പിൾ റിക്വസ്റ്റുകളെ, ലളിതമായ അഭ്യർത്ഥനകളെയൊക്കെ സിറ്റുവേഷൻ ബേസിൽ, നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന റിക്വസ്റ്റുകളൊക്കെ ആ സിറ്റുവേഷൻ ബേസിൽ ചിലപ്പോൾ ചിലതൊക്കെ തീവ്രമായ അഭ്യർത്ഥനകളായിട്ടും എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരേ ക്വസ്റ്റിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വിൽ യുവും വോണ്ട് യുവും എഴുതാൻ പറ്റും. നിങ്ങൾ പേടിക്കണ്ട, ഒരു ക്വസ്റ്റിനിൽ തന്നെ വിൽ യുവും വോണ്ട് യുവും നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദ്യകർത്താവ് അവിടെ ഏതെങ്കിലും ഒന്നേ കൊടുക്കൂ. ഇപ്പോൾ ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ അതെന്താ, ഒരു കോമൺ ആയിട്ടൊരു സിമ്പിൾ റിക്വസ്റ്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ എന്താക്കാം, ഒരു തീവ്രമായ അഭ്യർത്ഥനയാക്കിക്കൂടെ? അത് വായു സഞ്ചാരമൊന്നും ഇല്ലാത്ത, വെട്ടമൊന്നും ഇല്ലാത്ത റൂമിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ നമ്മൾ എന്താ, ഓപ്പൺ ദ ഡോർ, ഓപ്പൺ ദ ഡോർ എന്ന് നമ്മൾ വിളിച്ചു കൂവും ഇല്ലേ, വിളിച്ച് ഒച്ച സൗണ്ടിൽ പറയും. മീൻസ് അവിടെ എന്തായിരിക്കാം, അത് കുറച്ചുകൂടി തീവ്രമായ അഭ്യർത്ഥനയായിട്ട് മാറാറുണ്ട് പല സിമ്പിൾ റിക്വസ്റ്റുകളും. അപ്പോൾ അത് ചോദ്യകർത്താവിന്റെ മൈൻഡിലാണ് അത് ഏത് രീതിയിൽ വരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെ എന്തേ കൊടുക്കത്തോളൂ, ഒന്നുകിൽ വിൽ യു അഥവാ വോണ്ട് യു കൊടുക്കത്തോളൂ. പക്ഷെ നമ്മുടെ പ്ലീസിലും കൈൻഡ്ലിയിലും തുടങ്ങുന്ന തരം ഇമ്പരറ്റീവ് സെന്റൻസ്, അത് ഡോണ്ടിൽ തുടങ്ങുന്ന ഇമ്പരറ്റീവ് സെന്റൻസ്, അതായത് നെഗറ്റീവ് ഇമ്പരറ്റീവ് സെന്റൻസ്, അതിൻ്റെയൊക്കെ ടാഗ് വിൽ യു എന്ന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെയൊക്കെ ഓപ്ഷനിൽ വിൽ യുവും വോണ്ട് യുവും കാണ്ട് യുവും ഷോൾവ് യും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നോക്കാം, ഇതൊരു തീവ്രമായ അഭ്യർത്ഥനയാണ്, അർജൻസി സ്വഭാവം കാണിക്കുന്ന ഒരു റിക്വസ്റ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു സജഷൻ ഒക്കെ വരുമ്പോഴും വോണ്ട് യു ആണ് ടാഗ്. ഓക്കെ, ഒരു സജഷൻ വരുന്ന ക്വസ്റ്റ്യൻ, ബി കെയർഫുൾ വെൻ യു ക്രോസ് ദ റോഡ്, റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അതൊരു സജഷൻ ആണ്. ഓപ്ഷനിൽ വോണ്ട് യു ഉണ്ട്, വിൽ യു ഉണ്ട്, കാണ്ട് യു ഉണ്ട്, ഡു യു ഉണ്ട്. അവിടെ ആൻസർ എന്താണ്, അതൊരു സജഷൻ ആയതുകൊണ്ട് വോണ്ട് യു എന്ന് നമുക്ക് ടാഗ് എഴുതാം. Next question, get out of the class. Option A, won't you. Option B, will you. Option C, can't you. Option D, none of these. ഇവിടെ ആൻസർ can't you ആണ്. Get out of the class. ഇതെന്താ, ഒരു ഷൗട്ടിംഗ് ആണ്, ഒരു ശകാരമാണ്, വഴക്ക് പറച്ചിലാണ്. ഒരു ശകാരത്തെയോ വഴക്കിനെയോ ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഒരു ശകാരത്തെയോ വഴക്കിനെയോ ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ ടാഗ്
can't you എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ നോക്കുക, get out of the class, use your common sense എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താ? അതൊക്കെ ഒരു ശകാരമാകുന്നു, ഒരു വഴക്ക് പറച്ചിലാകുന്നു. അത്തരത്തിൽ നമ്മുടെ സെന്റൻസ് ഒരു ഷൗട്ടിംഗ് ആണെങ്കിൽ, ഒരു ശകാരമാണെങ്കിൽ, വഴക്ക് പറച്ചിലാണെങ്കിൽ അവിടെ നമുക്ക് ടാഗ് എന്തെഴുതാം? കാണ്ട് യു എന്ന് ടാഗ് എഴുതാം. ഓക്കെ ആണേ. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ വിൽ യു, വോണ്ട് യു, കാണ്ട് യു 3 ടാഗ് നമ്മൾ പഠിച്ചു. തന്നിരിക്കുന്ന സെന്റൻസ് ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിൽ യു എന്ന് ഉപയോഗിക്കാം. തീവ്രമായ അഭ്യർത്ഥനകളോ സജഷനോ ഒക്കെ ആണെങ്കിൽ വോണ്ട് യു എന്ന് ഉപയോഗിക്കാം. തന്നിരിക്കുന്ന വാക്യം ഒരു ശകാരത്തെയോ വഴക്കിനെയോ ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കാണ്ട് യു എന്നും ടാഗ് ഉപയോഗിക്കാം. അപ്പം വഴക്ക് പറച്ചിലായിട്ട് വരുന്ന പല സെന്റൻസുകളും, അതായത് നെഗറ്റീവ് സെന്റൻസ് ഡോണ്ട് മേക്ക് നോയ്സ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വഴക്ക് പറച്ചിലായിട്ട് എടുക്കാം. പക്ഷെ ഡോണ്ട് വന്നപ്പോൾ അതെന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അങ്ങനെ നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെന്റൻസുകളൊക്കെ വരുമ്പോൾ അത് വഴക്ക് പറച്ചിലാണെങ്കിൽ കൂടി വിൽ യു എന്ന് മാത്രമേ ടാഗ് എഴുതാവൂ. അപ്പം നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെന്റൻസിന് വിൽ യു എന്ന് മാത്രമേ ടാഗ് എഴുതാവൂ. പ്ലീസിലും കൈൻഡ്ലിയിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ടാഗും വിൽ യു എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തത്, ലെറ്റിൽ തുടങ്ങുന്ന തരം സെന്റൻസുകളും ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിയേ, ലെറ്റ് us not waste our time. ഓപ്ഷൻ എ shall we, ഓപ്ഷൻ ബി should we, ഓപ്ഷൻ സി will you, ഓപ്ഷൻ ഡി none of these. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, shall we ആണ്. എന്തുകൊണ്ട് നമ്മൾ shall we എന്ന ടാഗ് എഴുതി? let us not waste our time. അപ്പൊ ഇവിടെ let us വന്നു. നോക്കിയേ, ലെറ്റ്സിലോ അല്ലെങ്കിൽ ലെറ്റ് അസിലോ ആരംഭിക്കുന്ന സെന്റൻസിന്റെ ടാഗ് എന്ന് പറയുന്നത് ഷോൾ വി എന്നാണ്. ലെറ്റ്സ് അഥവാ ലെറ്റസിൽ ആരംഭിക്കുന്ന സെന്റൻസിന്റെ ടാഗ് ഷോൾ വി ആണ്. ലെറ്റ്സ് അഥവാ ലെറ്റസിൽ ആരംഭിക്കുന്ന സെന്റൻസിന്റെ ടാഗ് ഷോൾ വി ആണ്. ഓക്കെ, ഇവിടെ ലെറ്റസ് വന്നു, അതുകൊണ്ട് നമ്മൾ ടാഗ് എന്തെഴുതി? ഷോൾ വി എന്നെഴുതി. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഇനി ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് വന്നാൽ, ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് വന്നാൽ ടാഗ് എന്താണ്? വിൽ യു എന്നാണ് ഉപയോഗിക്കുക. ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഇങ്ങനെ ലെറ്റ് മീ എന്നോ, അല്ലെങ്കിൽ ലെറ്റ് ഹിം എന്നോ, അല്ലെങ്കിൽ ലെറ്റ് ഹർ എന്നോ, അല്ലെങ്കിൽ ലെറ്റ് ദം എന്നോ ഇങ്ങനെയൊക്കെ വന്നാൽ ടാഗ് എന്താണ്? ടാഗ് വിൽ യു എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ലെറ്റ്സ് അഥവാ ലെറ്റസിൽ ആരംഭിച്ചാൽ ഷോൾ വി ആണ്. ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് എന്ത് വന്നാലും ടാഗ് വിൽ യു എന്നുമാണ് ഉപയോഗിക്കുക. അതായത് ലെറ്റ് മിയോ, ലെറ്റ് ഹിമോ, ലെറ്റ് ഹറോ, ലെറ്റ് ദമ്മോ ഒക്കെ വന്നാൽ നമുക്ക് ടാഗ് വിൽ യു എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലുമൊക്കെ മനസ്സിൽ ലെറ്റ് മീ വന്നപ്പോൾ ഷോൾ ഐ എന്നും, ലെറ്റ് ഹിം വന്നപ്പോൾ ഷോൾ ഹി എന്നും, ലെറ്റ് ഹർ വന്നപ്പോൾ ഷോൾ ഷീ എന്നും, ലെറ്റ് ദം വന്നപ്പോൾ ഷോൾ ദേ എന്നും ഉപയോഗിക്കാമെന്ന് ആരുടെങ്കിലുമൊക്കെ മനസ്സിലോട്ട് ഓടി എത്തിക്കാണത്തില്ലേ? യെസ്, അങ്ങനെയും ഒരു റൂൾ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇതും രണ്ട് റൂളും ഉണ്ട്. നമുക്ക് ലെറ്റിൽ ആരംഭിച്ചാൽ ടാഗ് ഷോൾ ആണ്. അസ് വരുമ്പോൾ ബി, മീ വരുമ്പോൾ ഐ, ഹിം വരുമ്പോൾ ഹി, ഹർ വരുമ്പോൾ ഷീ, ദം വരുമ്പോൾ ദേ അങ്ങനെ ഉപയോഗിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഡിഗ്രിക്കൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചു. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. എന്നാൽ ഇങ്ങനെയും ഒരു റൂൾ ഉണ്ട്. പി എസ് സിയുടെ എസ് എസ് സിയുടെ ആൻസർ, പി എസ് സിയുടെയും എസ് എസ് സിയുടെ ആൻസർ, പി എസ് സിയുടെയും എസ് എസ് സിയുടെ ആൻസർ എന്ത് തന്നെയാണ്? ഇതാണ്. നിലവിൽ വരെ ഇതാണ്. ലെറ്റ്സ് അഥവാ ലെറ്റസിൽ ആരംഭിച്ചാൽ ടാഗ് ഷോൾ വിയും, ലെറ്റ് പ്ലസ് മറ്റേത് പ്രോനൗൺ വന്നാലും ടാഗ് വിൽ യു എന്നുമാണ്. പിന്നെ ഈ റൂള് ഫോളോ ചെയ്യുന്നത് ഈ ഒരു എക്സാം ആണ്. CSEB, ക്ലർക്ക് അഥവാ അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ എക്സാമുകൾക്ക് മാത്രമാണ് ഈ റൂള് ഫോളോ ചെയ്യുന്നത്. ലെറ്റിൽ ആരംഭിക്കുമ്പോൾ എല്ലാം ഷോൾ ആണ്. ലെറ്റ് മീ വന്നാൽ ഷോൾ ഐ, ലെറ്റ് ഹിം വന്നാൽ ഷോൾ ഹി, ലെറ്റ് ഹർ വന്നാൽ ഷോൾ ഷീ, ലെറ്റ് ദം വന്നാൽ ഷോൾ ദേ. ഇങ്ങനെ പരീക്ഷയ്ക്ക് നിലവിൽ ചോദിച്ചു നിർത്തിയേക്കുന്നത് CSEB ക്ലർക്ക് എക്സാമിനാണ്. മീൻസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക്
BCom കോർപ്പറേഷൻ HDC ഇതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടി കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് നടത്തുന്ന ക്ലർക്ക് എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റിനകത്താണ് ലെറ്റ് മീ വന്നപ്പോൾ ഷോൾ ഐ എന്ന് ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ റൂൾ ഫോളോ ചെയ്യുക. ലെറ്റ്സ് അഥവാ ലെറ്റസിൽ ആരംഭിച്ചാൽ ഷോൾ വി എന്നും, ലെറ്റ് മീ വന്നാൽ ഷോൾ ഐ എന്നും, ലെറ്റ് ഹിം വന്നാൽ ഷോൾ ഹി എന്നും, ലെറ്റ് ഹർ വന്നാൽ ഷോൾ ഷീ എന്നും, ലെറ്റ് ദം വന്നാൽ ഷോൾ ദേ എന്നും എഴുതുക. ബാക്കി നമ്മുടെ എക്സാം PSC, ഞാനിത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഈ എക്സാം തുടങ്ങിയ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാം എന്നല്ല, ഇംഗ്ലീഷ് ഗ്രാമർ ഉള്ള ഏത് മത്സര പരീക്ഷകൾക്കും 100% പ്രയോജനം ചെയ്യുന്ന ക്ലാസ് ആണിത്. പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാമിന് മാത്രം ഈ ഒരു റൂള് മാത്രം ഈ രീതിയിൽ പഠിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ലെറ്റ്സ് അഥവാ ലെറ്റസിൽ ആരംഭിച്ചാൽ ടാഗ് ഷോൾ വി ആണ്. ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് എന്ത് വന്നാലും ടാഗ് വിൽ യു എന്നുമാണ് ഉപയോഗിക്കുക. ഓക്കെ, ലെറ്റ് മീ യൂസ് യുവർ ബുക്ക്, അവിടെ ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺ അല്ലേ? വോണ്ടി ഉണ്ട്, ഡോണ്ടി ഉണ്ട്, ഡു യു ഉണ്ട്, വില്ലി ഉണ്ട്. PSCയുടെ ആൻസർ വില്യു ആണ്. ലെറ്റ് മീ എന്ന് വന്നു. അപ്പൊ ലെറ്റ് മീ എന്ന് പറഞ്ഞപ്പോൾ അസ് അല്ല, ലെറ്റ് അസ് ആണെങ്കിൽ നമ്മൾ ഷോൾ വി എഴുതത്തോളൂ. ഇവിടെ ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺ ആയതുകൊണ്ട് വില്യു എന്നാണ് ടാഗ് എഴുതിയത്. ഓക്കെ, അടുത്തത് ലെറ്റ്സ് സബ്മിറ്റ് ദ പ്രോജക്ട് ഓൺ ടൈം. അവിടെ നോക്കേ, ലെറ്റ്സ് വന്നു. ലെറ്റ്സ് വന്നാൽ ലെറ്റ്സ് വന്നാൽ ടാഗ് ഷോൾ വി ആണ്. ഓപ്ഷൻ ഷോൾ വി, കാണ്ട് യു, വിൽ യു, നൺ ഓഫ് ദിസ് ഉണ്ട്. ഓപ്ഷൻ എ ഷോൾ വി എഴുതി. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് ഹിം ഗോ ടു സ്കൂൾ, കോമ ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. വോണ്ട് യു, ഡു യു, ഡോണ്ട് യു, വിൽ യു. ലെറ്റ് ഹിം വന്നു. ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് ആണ്. അവിടെ ടാഗ് വിൽ യു ആണ്. വിൽ യു എന്ന് എഴുതി. നെക്സ്റ്റ് വൺ ലെറ്റ് ദം പ്ലേ, കോമ ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഡു ദേ, ഡോണ്ട് ദേ, വിൽ യു, നൺ ഓഫ് ദീസ്. എളുപ്പമാണ്, വിൽ യു ആണ്. ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് വന്നു. ടാഗ് വിൽ യു ആണ്. ലെറ്റ് ദം പ്ലേ, വിൽ യു. പ്ലീസ് ലെറ്റ് us meet the principal, comma dash, question mark. Option A will you, option B shall we, option C shall us, option D none of these. ഇവിടെ ആൻസർ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന പകുതി കുട്ടികളുടെ മൈൻഡിലോട്ട് വില്യു വന്ന് കാണാം. ഒരു വിഭാഗം കുട്ടികളുടെയും മൈൻഡിലോട്ട് ഷോൾ വിയും വന്ന് കാണും. ഇല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ നോക്കുക, ഇവിടെ ആൻസർ വില്യു ആണ്. പറഞ്ഞു തരട്ടെ, ഇവിടെ ലെറ്റസ് വന്നതുകൊണ്ട് ഷോൾ വി എന്ന് മൈൻഡിലോട്ട് വരാം. പക്ഷേ ലെറ്റ് വന്ന സെന്റൻസിലും എന്തിലാ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്? പ്ലീസിലല്ലേ? അപ്പം ലെറ്റ് വരുന്ന സെന്റൻസ് ആണെങ്കിലും പ്ലീസിലാണ് സെന്റൻസ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ അവിടെ ടാഗ് വില്യു ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ടാഗ് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ പറഞ്ഞാണ്, പ്ലീസിലോ കൈൻഡ്ലിയിലോ ആരംഭിക്കുന്ന ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ടാഗ് എല്ലായ്പ്പോഴും വില്യു എന്ന് ആയിരിക്കും. അപ്പം ലെറ്റ് വരുന്ന സെന്റൻസിൽ പ്ലീസ് വന്നാലും പ്രത്യേക നോട്ട് എഴുതി വെക്കണം. ലെറ്റ് വരുന്ന സെന്റൻസിൽ പ്ലീസ് വന്നാലും ടാഗ് വില്യു എന്നാണ്. ലെറ്റ് വരുന്ന സെന്റൻസിൽ പ്ലീസ് വന്നാൽ ടാഗ് വില്യു എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗും പഠിച്ചു. ക്വസ്റ്റ്യൻ ടാഗ് എന്ന ആ ഒരു ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ചോദിച്ചിട്ടുള്ള എല്ലാ റൂളിൽ നിന്നും ക്വസ്റ്റ്യൻ തന്ന് ആ ഒരു നമ്മുടെ സീരീസിന്റെ 3rd പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ക്ലാസ്സുകൾ ഫുള്ള് കാണണം, എഴുതിയെടുക്കണം, നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാർട്ടുമായിട്ട് കാണാം. താങ്ക് യു.